Good morning, all. Welcome to the day 3 of the 7-day student induction program 2020. Our students, our pride. Today, we have two sessions. The first session is on stress management and motivation, led by Mrs. Shamnisha P. And the second session by Shihabuddin, Mr. Shihabuddin, head of the Department of Physical Education. Now, let's begin with the first session. And the session is led by Mrs. Shamisha P., HOD, Department of Psychology. Let me introduce the resource person, Mrs. Shamisha P. He is working as a psychologist at Anugraha Counseling Center. She is former psychologist at Jeevani Project, Tunjan Memorial Government College, Tirur. She had 7 years of experience in counseling and training. So, on behalf of KR Srinarayana College, I welcome Mrs. Shamisha P. to lead the session. Ma'am, please. Thank you, sir. Good morning, everyone. Good morning, teacher. Okay, അപ്പൊ ഞാൻ നിങ്ങളെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും വന്നല്ല എന്ന് വിചാരിക്കേണ്ട. നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്നുള്ള നല്ല വിശ്വാസം ഉണ്ട്. ഒന്നാമത് ഫസ്റ്റ് ഇയർസിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഭയങ്കര ഇംപ്രഷനൊക്കെയാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ബഞ്ച് ഓഫ് പീപ്പിൾ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഇന്ററാക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന്. അങ്ങനെ തന്നെ അല്ലേ? Yes, ma'am, sure. Okay, very good. Yes, ma'am. Okay, fine. സോ നിങ്ങളെല്ലാവരും കുറേ നാള് കാത്തിരുന്നിട്ടായിരിക്കും കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവാം. സിനിമയിലൊക്കെ കണ്ട് ഹരം കൊണ്ട് സിനിമയിലെ നായകനൊക്കെ കോളേജിൽ പോകുന്നത് കണ്ടിട്ട് ഒരുപാട് നാൾ സ്വപ്നം കണ്ടിട്ട് അവസാനം നിങ്ങൾ കോളേജിലോട്ട് എത്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എത്തിയത് നമ്മളുടെ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. ബിക്കോസ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിനോട് നന്നായിട്ട് കോപ്പി ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആദ്യമോ സൗണ്ട് ഓൺ ആണ്, പ്ലീസ് മ്യൂട്ട് ചെയ്യോ. ആദ്യം സൗണ്ട് ഓൺ ആണെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യോ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കോളേജ് ലൈഫ് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആയതിന്റെ വിഷമൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുമായിരിക്കും അല്ലെ? അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് അടിച്ചു പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് ഈ അടിച്ചുപൊളികളൊക്കെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടക്കും. പിന്നെ അധികം വൈകാതെ നമുക്ക് നേരിൽ കാണാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ സാധിച്ചിട്ടുള്ളത്, ഒരു കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. ഓരോ വർഷവും 10,000-കണക്കിന് കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് പുറത്താവുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഈവൻ നമ്മളുടെ കേരളത്തിൽ പോലും, അത്രയും എഡ്യൂക്കേഷനിൽ ഒരുപാട് നിലവാരം പുലർത്തുന്ന നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ യു ഹാവ് ഡൺ സംതിങ്, നിങ്ങൾ എന്താ പറയാ, യു ഹാവ് അച്ചീവ്ഡ് സംതിങ്. സോ അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ എന്ത് ചെയ്യാ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അതില്ലെങ്കിൽ നിങ്ങളുടെ +2 നല്ല മാർക്ക് ഉള്ളതിന്റെ പേരിലോ പല കാരണങ്ങളാണ്. നിങ്ങളുടെ എൻവയോൺമെന്റ് അതിന് ഫിറ്റ് ആയത് കാരണം നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ എന്തായാലും അതിന് യു ഡിസേർവ് അപ്രീസിയേഷൻ. സോ പ്ലീസ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്തോട്ടെ ഇൻ ബിറ്റ്വീൻ. സോ അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ശരിക്കും തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഒരു നാണക്കേട് വിചാരിക്കുന്ന കാര്യമാണ് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അയ്യേ സ്വയം പുകഴ്ത്തെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മുടെ കൾച്ചറും ഒട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഇടയ്ക്കൊക്കെ എന്നല്ല, എപ്പോഴും തന്നെ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടൊരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാകുമ്പോഴാണ് എന്താ പറയാ, നമ്മൾക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു അവസരമാണ് അത്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
കാരണം ബാക്കിയുള്ളവർ നമ്മളെ തിരിച്ചറിയുമ്പോഴല്ല, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ടുകൾ നമ്മളിൽ നിന്നുണ്ടാകും. ബാക്കിയുള്ളവർ എന്ത് തന്നെ പറഞ്ഞോട്ടെ, ബാക്കിയുള്ളവർ നിങ്ങളെ കുറിച്ച് ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നുണ്ടാവും, പോസിറ്റീവ് പറയുന്നുണ്ടാവും. ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദാറ്റ്. യു ഷുഡ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും സിബ്ലിങ്സ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുന്നത് മുതൽ നിങ്ങൾ പുഴയിൽ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരാളെ രക്ഷിക്കുന്നത് വരെയുള്ള എവറി സ്മോൾ ടു ബിഗ് തിങ് യു ഷുഡ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. ആ കൊള്ളാലോ നീ എന്ന് പറയുന്ന പോലെ അത് പറഞ്ഞു വെർബലായി പറയുന്നതും നല്ലത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങളുടെ പൊട്ടൻഷ്യൽസിനോട് കൂടുതൽ ഫോക്കസ് ചെയ്യാനും നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ അത്ര മോശമൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ കൊള്ളാം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കോളേജ് ലൈഫിലോട്ടൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീല് ഉണ്ടാവുന്നത് നിങ്ങളെ ദാറ്റ് ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ യു. നിങ്ങൾ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ വല്ലാണ്ട് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ ട്രൈ ടു അപ്രീഷിയേറ്റ് യുവർ സെൽഫ് ഫ്രം ടുഡേ. ഇന്ന് മുതൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും നമുക്ക് എന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ വാസ്റ്റാണ്. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരാളെ നോക്കി സ്മൈൽ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ്. അപ്പൊ ആ ഒരു സ്മൈലിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതിനും നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ബീങ് സെൽഫിഷ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. സെൽഫിഷ് ആവണം കുറച്ച്. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾക്ക് കുറ്റം കേൾക്കൽ നിങ്ങൾ സെൽഫിഷ് ആണ് നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. ബട്ട് കുറച്ചൊക്കെ സെൽഫിഷ് ആവുന്നത് നല്ലതാണ്. ഓക്കെ, സോ ബി സെൽഫിഷ് ആൻഡ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ പഠിക്കും. ഓക്കെ, അപ്പൊ ഫ്രം ടുഡേ യുവർ സെൽഫ് അപ്രീഷിയേറ്റ് എവറി സ്മോൾ തിങ്. നിങ്ങളിൽ കാണുന്ന ഓരോ ചെറിയ നന്മേനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് ശീലമാകുമ്പോഴാണ് ബാക്കിയുള്ളവരെയും അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ലേൺ ചെയ്യും. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. നമ്മൾക്ക് ഒരാളെ പുകഴ്ത്തി പറയാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പുകഴ്ത്തി പറയലും നമ്മളെ പുകഴ്ത്തി പറയലും തന്നെ നമ്മൾ എസ്പെഷ്യലി മലയാളീസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വരൂല. ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നു കിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കും. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക. അതിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ളവരോടുള്ള അപ്രീസിയേഷൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിയൽ യൂനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു എന്താ പറയാ യു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ മേക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്, രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് ചിലത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ദൂരേക്ക് വലിച്ചെടുക്കുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് സത്യസന്ധമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ യു എന്ന് പറയുന്ന നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ഡ്രീം. എന്താണ് നിങ്ങളുടെ ഡ്രീം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഡിഫൈൻസ്. വാട്ട് ഡിഫൈൻസ് യു ഇസ് യുവർ ഡ്രീം. നിങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങളുടെ കരിയർ ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഗോൾസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതായിരിക്കാം, ഓർ റാദർ ബീങ് ഹാപ്പി ആവാം, അല്ലെങ്കിൽ ശത്രുതയാവാം. ഒരാളുടെ ശത്രുതയുടെ പേരിൽ, അയാളോടുള്ള ശത്രു ആയിരിക്കാനുള്ള പേരിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ശത്രുത ഒരാളുടെ ആരോ പറഞ്ഞിട്ട്, ഏതോ ഫേമസ് ആയിട്ടുള്ള ആളാണ്, ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എത്ര ബിഗ് ആണോ അത്രയും ബിഗ് ആയിരിക്കും നമ്മളുടെ ശത്രു എന്നാണ് പറയുന്നത്. അപ്പൊ ശത്രു എന്ന് പറയുന്നത് എന്തും ആവാം, അത് ആളാവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഡ്രീംസിനെ കുറിച്ചാണ്. ഡ്രീംസ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് തന്നെ ഡ്രീം ആവാം, ബട്ട് യു ഷുഡ് ഹാവ് എ ഡ്രീം. ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡ്രീം ഷുഡ് ഡ്രൈവ്സ് യു മാഡ്. നിങ്ങളെ ഭ്രാന്തമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രീം ആയിരിക്കണം എന്തും. അതായത് ഇപ്പോ എനിക്ക് എന്റെ കരിയറിൽ ഇന്ന പൊസിഷനിൽ എത്തണം എന്നുള്ളതാവാം, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഭയങ്കര നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും യു ഷുഡ് ഹാവ് എ ഡ്രീം. നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഡ്രീം ഉണ്ട്? എത്ര ആൾക്കാർക്ക് ഒരു ഡ്രീം എന്ന് പറയുന്ന സംഗതി ഉണ്ട്?
I have dreams, ma'am. Okay, what is your dream? I have many goals to achieve actually. Okay. I think I want to become a motivational speaker and psychologist and many other things. Okay, so you are from psychology. എനിക്ക് കാണുന്നില്ല, ഞാൻ നിങ്ങളെ സ്ക്രീൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. So you are from psychology. Okay. So ഡ്രീം ഉണ്ടായാൽ മാത്രം പോരാ, you have to prepare yourself for that. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഡ്രീമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യും കൂടെ. അതായത് ഓരോ സമയവും യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് ഡ്രീം. ആ ഡ്രീം എന്താണ്, അല്ലെങ്കിൽ ആ ഡ്രീം എന്നെ എവിടെ എത്തിക്കും എന്നുള്ളതും എന്താ പറയാ, ആ ഡ്രീമിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് യു ഹാവ് ടു റിസർച്ച് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യും. എങ്ങനെയാണ് എനിക്ക് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രീമിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഞാൻ പറഞ്ഞു, 2 കാര്യങ്ങളാണ് യു എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ദാറ്റ് ഡിഫൈൻസ് യു. രണ്ടാമത്തെ സംഗതിയാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു അതർ നമുക്ക് സ്മാർട്ട് വർക്ക് എന്ന് പറയും. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പണിയെടുക്കല്ല, വളരെ വിദഗ്ധമായി പണിയെടുക്കുക എന്നുള്ളതാണ് സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, നിങ്ങളിപ്പോ എക്സാമിന് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒന്നെന്താണ്, നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പഠിക്കാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കാം. എന്താണ് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു കൊട്ട മാർക്ക് കിട്ടും വിത്ത് 0 നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വിത്ത് ഹൈ നോളജ് കിട്ടും, അല്ലെങ്കിൽ ഒട്ടും മാർക്കില്ല, നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും. ഈ 4 പോസിബിലിറ്റീസ് ആണ് നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഈ 4 സംഗതികളാണെങ്കിലും ഇവിടെ സക്സസും ഫെയിലിയറും എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് ഒരുപാട് മാർക്ക് വാങ്ങിച്ചു, എന്താ കാര്യമുള്ളത്? നിങ്ങൾ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സംഗതി അച്ചീവ് ചെയ്തു, നിങ്ങൾക്ക് ഒരു സംഗതി നിങ്ങളുടെ സബ്ജക്റ്റിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എത്ര വലിയ സ്വപ്നം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചീറ്റിങ്ങിലൂടെ അച്ചീവ് ചെയ്താണെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. യു ഹാവ് ടു ഡ്രീം ആൻഡ് യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഡ്രീമും ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്കും ചെയ്യണം. ഈ 2 കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത്? ഡ്രീം എങ്ങനെയായിരിക്കണം? ഡ്രീം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്നൊരു ലോങ് ടേം ഡ്രീം. നമുക്ക് ഡ്രീം എന്നുള്ള ടേം മാറ്റിയിട്ട് ഗോൾ എന്ന് പറയും. ലോങ് ടേം ഗോൾ, അതായത് നിങ്ങളുടെ ഡ്രീം ഇല്ലാത്തവരും ഉള്ളവരുമായിട്ടുള്ള എല്ലാ ആളുകളും ഒന്ന് കണ്ണടച്ച് ക്ലോസ് യുവർ ഐ. ചീറ്റ് ചെയ്യരുതേ. ക്ലോസ് യുവർ ഐ. എന്നിട്ട് ഒരു 25 വർഷം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 25 years, where do you find yourself? ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ എവിടെയാണ് കാണുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ എന്തായിട്ടാണ് കാണുന്നത്, ഏത് പൊസിഷനിലാണ് കാണുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ആഫ്റ്റർ 25 years നിങ്ങളുടെ ലൈഫിന്റെ, ഇപ്പൊ നിങ്ങൾക്ക് മിക്കവാറും 17, 18, 19, 20 ഒക്കെ വയസ്സായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ആഫ്റ്റർ 25 years നിങ്ങൾ നിങ്ങളെ എവിടെ കാണുന്നു? നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്? ഇമാജിൻ ചെയ്തോ? ഇമാജിൻ ചെയ്തോ? നീ കണ്ണു തോന്നോളൂ എന്ന് പറഞ്ഞേ. 2-3 ആൾക്കാർ വന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്തത് എന്നുള്ളത്. ജർഷാന ഷെറി. ഞാൻ ജിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണതാ കാണുന്നത്. ഓക്കെ, ഫൈൻ. ശരി, അടുത്ത ആള്. ഇമാജിനിൽ ഒന്നും വരുന്നില്ലേ? ആർക്കും ഒരാൾക്ക് ഇമാജിൻ ചെയ്തിട്ട് ഒന്നും വരുന്നില്ല. നമുക്ക് വരുത്താം. പറയൂ മാം. ഞാനൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണ് കണ്ടത്. ഭയങ്കര ക്രൗഡിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാ കണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ് റുക്സാന. താങ്ക് യു മാം. ഓക്കെ, അമൃത പറയൂ. മാം, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണോ? യെസ് മാം. ഞാൻ മരിച്ചതുപോലെ തോന്നി. മുഹമ്മദ് ഷബീൽ. ഓഹോ, അപ്പൊ അതാണോ മരിക്കുക എന്നുള്ളതാണോ ഡ്രീം? ഷബീൽ,
എവിടെ? പറയൂ. ഞാന് ടീച്ചിങ് ചെയ്യാനാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആരും ഡ്രീം ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ഉറങ്ങുന്നത് പോലെ തോന്നി. വെരി ഗുഡ്, വെരി ഫണ്ണി. അടുത്ത ആള് സാബിത്ത് എന്തോ പറയാൻ പോയല്ലോ? യെസ്, ശ്രീതു പറയൂ. ശ്രീതു അല്ല, അത് വേറെ ആളാ. എന്റെ പേര് സഞ്ജന. ശരി ശരി, സഞ്ജന പറയൂ. ഞാനൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോബ് ചെയ്യുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുവരെ നിങ്ങൾ മരിച്ച പോലെ സ്വപ്നം കണ്ടവരും ഉറങ്ങുന്നത് പോലെ സ്വപ്നം കണ്ടവരും ആ ഉറക്കത്തിനും മരണത്തിനും ഒക്കെ എഴുന്നേറ്റിട്ട് ക്രിയേറ്റ് എ ന്യൂ ഡ്രീം. ഓക്കെ, പുതിയൊരു സ്വപ്നം ഉണ്ടാക്കുക. വേൾഡ് ഫേമസ് സ്പീക്കർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഹസ്ന സുമയ്യ. ഓക്കെ, അപ്പോ എല്ലാ ആളുകളും ഒരു സ്വപ്നം ഉണ്ടാക്കും. ഒരു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ആലോചിക്കാം. ഒരു 20-25 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എവിടെ കാണാനാണ് ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങൾ എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലാണ് ഹാപ്പിനെസ് കിട്ടുക? അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ചിട്ട് ഐ ഹാവ് അച്ചീവ് സംതിങ് എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാകും? അതിനെക്കുറിച്ച് ഇതുവരെ തിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. മ്യൂസിക് ടീച്ചർ, വെരി ഗുഡ് ഉണ്ണികൃഷ്ണൻ. സോ ഉണ്ണികൃഷ്ണൻ ഒരു പാട്ടൊക്കെ പാടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ഗോളിലേക്ക് നമ്മളൊരു ലോങ് ടേം ഗോൾ, ഒരു 25 ഇയേഴ്സിലുള്ള ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഗോൾ എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് കൃത്യമായി ഇന്നതാവുക എന്നുള്ളതാണ്. ICDS സൂപ്പർവൈസർ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ഡ്രീമുകളുള്ള ആൾക്കാരുണ്ട്, പല വെറൈറ്റീസ് ഓഫ് ഡ്രീംസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ ഡ്രീമുകളൊക്കെ ഒന്ന് കുറിച്ച് വെക്കട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ ഡ്രീമുകളൊക്കെ ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ ഈ ഡ്രീമുകളൊക്കെ ചേഞ്ച് ആവും. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് എ ഡ്രീം. ചേഞ്ച് ആയിക്കോട്ടെ. ചേഞ്ച് എന്ന് പറയുന്നത് ആ ഇപ്പോഴുള്ള ഡ്രീമില് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡ്രീമിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ചേഞ്ച് വന്നോട്ടെ, ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് എ ഡ്രീം. അപ്പൊ ഡ്രീം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് എന്താ പറയുക, കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയാനുണ്ടാവില്ല. ബീങ് ഹാപ്പി എന്നുള്ളതായിരിക്കും. വേഗമായിട്ടുള്ള ഡ്രീമുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഡ്രീംസ് പക്ഷേ അച്ചീവബിൾ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ബി സ്പെസിഫിക്. ക്ലിയർ ആയിട്ട് ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ ഇന്ന സ്ഥാനത്തിരിക്കണം, അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബി സ്പെസിഫിക് ഇൻ യുവർ ഡ്രീം. അപ്പൊ സ്പെസിഫിക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രീമിലേക്ക് എത്തിച്ചേരാനുള്ള പാത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി, കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓട്ടമത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഊടും കാടും വഴി നിറഞ്ഞിട്ടുള്ള വഴികളിലൂടെയാണ് നിങ്ങൾ ഓടുന്നതെന്നുണ്ടെങ്കിലാണോ, അതോ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ടിലൂടെ നിങ്ങൾ ഓടുമ്പോഴാണോ ഏറ്റവും വേഗത്തിൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം? പ്ലെയിൻ ആയിട്ടുള്ള വഴിയിലൂടെ ആവില്ലേ? യെസ്, പ്ലെയിൻ ആയിട്ടുള്ള വഴിയിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് സ്പെസിഫിക് ആകുമ്പോഴും സംഭവിക്കുക. വേഗമായിട്ടുള്ള അവിടെയും ഇവിടെയുള്ള ഡ്രീമുകളാകുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ കൃത്യമായിട്ട് ഇത് സ്പെസിഫിക് ഡ്രീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും. ആ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഞാൻ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്റെ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്യും, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും, ഇപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ലൈഫിൽ അപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ, നിങ്ങളും മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കാം. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി ഇമാജിൻ ചെയ്ത് വെക്കാം. ഞാൻ അപ്പൊ എന്തൊക്കെയാണ് എനിക്ക് മാം അങ്ങനെ ഒരു പ്ലെയിൻ ആയ വഴിയിലൂടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതൊക്കെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ടാവില്ലേ? അതെ, അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. അതായത് നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനോടൊപ്പം അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഡു റിസർച്ച് ഇൻ യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിൽ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം. അതായത് എങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെടും, എന്തൊക്കെ കാര്യങ്ങൾ. മാഡത്തിന്റെ ഡ്രീം എന്താണ്? തസ്നീമുദ്ദീൻ, എന്റെ ഡ്രീം എന്ന് പറയുന്നത്
DRDO എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. അവിടെ റിസർച്ച് പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്രീം. ഒരു അർദ്ധസൈനിക, നമ്മളുടെ ഗവൺമെന്റിന്റെ അർദ്ധസൈനിക ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഒരു റിസർച്ച് പൊസിഷനിൽ അവിടെ സയന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്റെ ഡിഗ്രി മുതലുള്ള ഡ്രീമാണ്. ചില അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം ട്രൈങ് ഹാർഡ് ടു അച്ചീവ്. ഓക്കെ, അപ്പൊ ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വഴികൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാനല്ല ഇമ്പോർട്ടൻറ്റ്, യു ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഇസ് യുവർ ഡ്രീം. സോ ലെറ്റ് ടോക്ക് അബൌട്ട് യു. അപ്പൊ ഡു റിസർച്ച് ഇൻ യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുക. എങ്ങനെ എനിക്ക് ആ ഡ്രീമിലോട്ട് എത്തിച്ചേരാൻ പറ്റും? അവിടെ എത്തിയിട്ടുള്ള ആളുകളോട് സംസാരിക്കും. അവിടെ എത്തിയിട്ടുള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവരെങ്ങനെ എത്തി, അവരെന്തൊക്കെ സ്ട്രൈവ് ചെയ്തു, അവരവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രൈ ചെയ്തു, ഏതൊക്കെ മാർഗത്തിലൂടെ അവിടെ എത്തിച്ചേരാൻ പറ്റും, അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യണം, എനിക്ക് ഇപ്പൊ തന്നെ ഏതൊക്കെ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഡ്രീമിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റിയ സകല വഴികളെ കുറിച്ചിട്ടും ഡു റിസർച്ച്. നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളോടൊക്കെ സംസാരിക്കാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ മേക്ക് യൂസ് ഓഫ്. നിങ്ങൾക്ക് ഇനി ഒരുപാട് എക്സ്പേർട്ട് ടോക്കുകളൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരും. അപ്പൊ അത് അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഈ പൊസിഷനിൽ എത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ അച്ചീവ് ചെയ്തത്, അല്ലെങ്കിൽ അവിടേക്ക് എത്തി, എനിക്ക് സ്വപ്നം ഇതാണ്, അവിടേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള റിസർച്ചുകൾ. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്, ഞാൻ സെക്കൻഡ് പറഞ്ഞ പോയിന്റ് ആണ്, യുവർ ഡ്രീംസ് ഷുഡ് ഡ്രൈവ് യു ക്രേസി. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളെ ക്രേസി ആക്കണം. അത്രയും നിങ്ങളുടെ എന്താ പറയാ ഡ്രീമിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രീമിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ഞാൻ ഡിഗ്രി നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾക്ക് ഇതുപോലെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഡ്രീം എന്താണെന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അധികം കുട്ടികളും പറഞ്ഞു ബീങ് എ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ബുക്കർ പ്രൈസ് വാങ്ങണം എന്നുള്ളതാണ് എന്റെ ഡ്രീം. ബുക്കർ പ്രൈസ് കേട്ടിട്ടില്ലേ? നോവലിൽ കിട്ടുന്ന നമ്മളുടെ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അവാർഡാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ അരുന്ധതി റോയ് എന്ന് പറയുന്ന എഴുത്തുകാരിക്കൊക്കെ കിട്ടിയിട്ടുള്ള സംഗതിയാണ്. അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? ബുക്കർ പ്രൈസ് കേട്ടിട്ടില്ലേ നിങ്ങൾ മക്കളെ? ഓക്കെ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ബുക്കർ പ്രൈസ് വാങ്ങണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള മെജോറിറ്റി കുട്ടികളും പല സ്ഥലത്തും സൈക്കോളജിസ്റ്റുകളുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, അങ്ങനെ പല പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്. ആ ബുക്കർ പ്രൈസ് വാങ്ങണമെന്ന് പറഞ്ഞ കുട്ടി വേൾഡ് ബാങ്കിലെ സ്റ്റാഫാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എത്രത്തോളം ഹയർ ആയിട്ടാണ് ഡ്രീം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എത്തിപ്പെടുന്ന പൊസിഷൻസ്. നിങ്ങൾ എത്ര നന്നായിട്ട് ഡ്രീം ചെയ്യുന്നു അത്രയും നല്ല സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. യുവർ ഡ്രീം ഡിഫൈൻസ് യു. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ദാറ്റ് ഡിഫൈൻസ് യു. നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഗതി. ഓക്കെ, so you should have a very good dream and you should do something about your dream. ഇനി ലോങ് ടേം ഗോൾ നമ്മൾ പറഞ്ഞു, 25 വർഷം കഴിഞ്ഞിട്ടുള്ള ഗോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോ അതിനു വേണ്ടിയിട്ട് നെക്സ്റ്റ് 5 ഇയറിൽ എനിക്ക് എന്ത് ചെയ്യണം, അടുത്ത 5 വർഷം എനിക്ക് എന്താണ് എന്റെ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചെയ്യേണ്ടത്, ഈ 5 വർഷം എന്താണ് ചെയ്യേണ്ടത്, പിന്നെ അതിനോട് അടുത്ത 5 വർഷം എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, പിന്നെ അടുത്ത 15 ഇയേഴ്സിൽ എനിക്ക് എന്താണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഷോർട്ട് ടേം ഗോൾസ് ആക്കിയിട്ട് നിങ്ങളുടെ വലിയ ഗോളിനെ ചുരുക്കുക. ഇപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ചൊങ്കനായിട്ടുള്ള ഒരു ആണിനെ കല്യാണം കഴിക്കണം എന്നാണ് നിങ്ങളുടെ ഡ്രീം എന്ന് വിചാരിക്കും. അപ്പൊ 5 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു നല്ല ഗേളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എനിക്ക് പറ്റിയിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാം, എന്നിട്ട് ചാക്കിലാക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ അടുത്ത 5 വർഷം എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളുടെ ഡ്രീമിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങളുടെ ഡ്രീം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നല്ല എക്സാമ്പിൾ ആണെന്നാണ് ഫർഹാൻ. ഓക്കെ, നോട്ടഡ്. സോ ഇതിങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീമുകളെ കുഞ്ഞു 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 പാട്ടുകളാക്കുക. ഈ നെക്സ്റ്റ് 5 ഇയറിൽ എനിക്ക് എന്റെ ഡ്രീമിലോട്ട് എത്തിച്ചേരാൻ അവസാനം അവൾ വേറെ കെട്ടിപ്പോകും. അതിന് വേണ്ടിയിട്ടാണോ മനുഷ്യ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുത്തും കെട്ടിപ്പോകില്ല കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ നമ്മൾ മാറ്ററിന് വിട്ടു പോകുന്നുണ്ട്, തിരിച്ച് ഡ്രീമിലോട്ട് തിരിച്ചു വരും. ഓക്കെ, സോ നമ്മൾ ഡ്രീം എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ടേം ഗോൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് വി ഷുഡ് റീച്ച് ദം.
നമ്മുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നിങ്ങളിപ്പോ ഡിഗ്രിക്ക് എത്തി, അപ്പോ നിങ്ങൾ പ്ലസ് ടുന്നും 10th എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ് ദിസ് ഇസ് യുവർ ടേണിംഗ് പോയിന്റ്. കേട്ടിട്ടുള്ളതല്ലേ? ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും, ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള രീതിയിലാണ് ഓരോ ക്ലാസ്സിനെ കുറിച്ചിട്ടും പറയുക. പക്ഷെ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ടേണിംഗ് പോയിന്റ് ഒന്നല്ല. നിങ്ങളുടെ ഓരോ ദിവസവും എത്രയാണോ ഇമ്പോർട്ടൻറ്റ് അത്രയും നിങ്ങൾ ഈ ഡിഗ്രിക്ക് എൻറ്റർ ചെയ്തതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് യുവർ ഈച്ച് ആൻഡ് എവറി ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ മൈൽ സ്റ്റോണുകളല്ല, ഓരോ ദിവസങ്ങളും കൂടി ചേർന്നിട്ടുണ്ട്. ഓരോ ദിവസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ടേണിംഗ് പോയിന്റുകൾ തന്നെയാണ്. ഓരോ മൊമെന്റുകളും നിങ്ങളുടെ ടേണിംഗ് പോയിന്റുകൾ തന്നെയാണ്. അല്ലാണ്ട് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സംഗതിയിലോട്ട് എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിച്ചു, ഇതൊന്നുമല്ല നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോ മൊമെന്റുകളും നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും. ആ കാര്യങ്ങൾ വളരെ വൈസായിട്ടും ആലോചിച്ചിട്ടും വളരെ ഉറച്ചതുമായിട്ടുള്ള ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ബി സോ മച്ച് ബ്യൂട്ടിഫുൾ. ഓരോ ദിവസവും എൻജോയ് ചെയ്ത്, നാളെ എന്ന് പറയുന്നതിനപ്പുറത്തായിട്ട് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളും നിങ്ങളുടെ സ്വപ്നവും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കും. ആ സ്വപ്നത്തിന് അടുത്തേക്ക് പോവാനുള്ള ഓരോ എന്താ പറയാ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഓരോ ദിവസങ്ങളും തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെന്റുകളും ഇസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ മൊമെന്റും നിങ്ങളെ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസങ്ങളെയും, ഓരോ മൊമെന്റുകളെയും, ഓരോ ടാസ്കുകളെയും, നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഓരോ അച്ചീവ്മെന്റുകളെയും കാണുക. ഇതെല്ലാം എന്നെ എൻ്റെ ഡ്രീമിലോട്ട് എത്തിക്കുന്നതാണ് എന്നുള്ള രൂപത്തിൽ കാണുക. നിങ്ങൾ കേട്ടിട്ടില്ലേ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്? എന്താണ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നങ്ങൾ. അത് തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ടാസ്കുകളും വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി കോളേജ് ലൈഫിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്ലസ് ടു ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്, ഇന്ന് ഒരു ടാസ്ക് ടീച്ചർ തരും, ഒരു വർക്ക് ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നീ നാളെ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യാറില്ലേ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്ന് തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന ആളുകൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നാ ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം, നാളെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അതാ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരങ്ങൾ വരുന്നുണ്ട്. അതെ, അത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനെ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വിളിക്കും. നല്ല പേരല്ലേ പ്രൊക്കാസ്റ്റിനേഷൻ? നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ട്, ഞാൻ എന്റെ സൈക്കോളജി പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കല്ലി കരേസോ ആജ്കൽ, ആജ് കരേസോ അബ്കൽ, പൽമേം പർലൈ ഹോ ഗയാ ബഹുരി കരേഗ കർ. കേട്ടില്ലേ? സൂർദാസിന്റെ തുളസിദാസിന്റെ ഒക്കെ കവിതയാണ്. നാളെ ചെയ്യാം എന്ന് പറയും, എന്നിട്ട് നാളെയും ചെയ്യൂല. റമീസ്, ഐ തിങ്ക് ദാറ്റ് റമീസ് ഇസ് ഫ്രം സൈക്കോളജി. ഓക്കെ, സോ നമ്മളിങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നാളേക്ക് മാറ്റിവെക്കും. നാളേക്ക് മാറ്റിവെച്ചാൽ അത് വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരുമോ നമുക്ക്? നാളേക്ക് എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും, മിസ് ഈ കവിത പറഞ്ഞു തന്നിട്ടുണ്ട്, ഓക്കെ സൈക്കോളജി പിള്ളേരായിരിക്കും അല്ലെ, നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തു തരുമോ നമുക്ക്? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. നാളെ ആണെന്നുണ്ടെങ്കിലും ഇന്നാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ ഇനി നിങ്ങളുടെ മനസ്സിൽ നാളേക്ക് മാറ്റി വെക്കാം എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന എഫേർട്ടും നാളെ ചെയ്യുന്ന എഫേർട്ടും സെയിം ആണോ അല്ലേ? അപ്പോ ഇന്ന് ചെയ്യുവാണെങ്കിലും നാളെ ചെയ്യുവാണെങ്കിലും ഞാൻ തന്നെ ചെയ്യണ്ടേ എന്നുള്ളത് ആലോചിക്കുന്നു. ഇന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയെങ്കിലും കിട്ടും. നാളെ ചെയ്യുവാണെങ്കിൽ മാറ്റി വെച്ച് ഓവർലോഡ് ആവും. ദാറ്റ് വിൽ കോസ് യു സ്ട്രെസ്. നിങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ. കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത് നാളേക്ക് മാറ്റി വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാളെ ആയിട്ടുണ്ടെങ്കിൽ വേറെ ആരും
വന്ന് ചെയ്തു തരാൻ പോകുന്നില്ല. ഇന്ന് ചെയ്താൽ തന്നെയാണ്, ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും ഒരേ എഫക്റ്റ് ആണ്. അത് കുറച്ച് കഴിഞ്ഞ് ചെയ്താലും ഇപ്പൊ ചെയ്താലും ഞാൻ എന്റെ മടീനെ ഡിസാറ്റിസ്ഫൈ ചെയ്യാൻ എന്നല്ലാണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റുകൾ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇനി എപ്പോഴെങ്കിലും നാളേക്ക് മാറ്റി വെക്കാം എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുവാണെങ്കിൽ ആലോചിക്കാം, നാളേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? നാളെ ആരെങ്കിലും വന്ന് എനിക്ക് വേണ്ടി ഈ ടാസ്ക് ചെയ്തു തരുമോ? ഇന്ന് ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ, പിന്നെ അതിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടല്ലോ. ഈ കാര്യം കീപ് ഇൻ മൈൻഡ്. നിങ്ങൾ എപ്പോ എന്ത് സംഗതികളും ചെയ്യാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകള്, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ സ്വഭാവം, അല്ലെങ്കിൽ മടി എന്ന് പറയുന്ന സംഗതിയൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ? എന്തെങ്കിലും ധാരണയുണ്ടോ? അറിയില്ല മിസ്. അറിയില്ല. എന്താണ് നിങ്ങളെ ഇന്നുള്ള നിങ്ങളാക്കിയെടുത്തതെന്ന് അറിയോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താണോ, നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും, നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തത്. നിങ്ങളുടെ പരിതസ്ഥിതികൾ, ദ പീപ്പിൾ അറൌണ്ട് യു, ദ സർക്കംസ്റ്റാൻസസ് യു ഹാഡ്, ദ നെയ്ബേഴ്സ്, യുവർ ഫ്രണ്ട്സ്. അങ്ങനെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് ഒരു ബുദ്ധി ഉറയ്ക്കുന്ന പ്രായം വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ സറൗണ്ടിങ്സ് ആണ് നിങ്ങളെ ഇന്നുള്ള നിങ്ങളാക്കി തീർത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. നിങ്ങൾ എന്താണോ ഇന്ന്, നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റും ഇല്ല, നിങ്ങൾക്ക് ഒരു എന്താ പറയാ നെഗറ്റീവും ഇല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാവണം. അപ്പൊ ഒരു ബുദ്ധി ഉറക്കുന്ന പ്രായം വരെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ പാരന്റ്സ് ഒക്കെ പറയുമ്പോൾ ധൈര്യമായിട്ട് തിരിച്ച് ചോദിക്കാമായിരുന്നു, ഞാനല്ലല്ലോ, നിങ്ങൾ കാരണമല്ലേ ഞാൻ ഇങ്ങനെ ആയത് എന്ന്. ഇനിയിപ്പോ ചോദിക്കാൻ പറ്റില്ല, കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധി ഉറച്ചു പോയില്ലേ. അപ്പൊ ഇനിയിപ്പോ ചോദിക്കാൻ പറ്റും. ബുദ്ധി ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബുദ്ധി ഉറച്ചിട്ടില്ലേ? ഉറക്കാത്ത ആരും ഇല്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ ബുദ്ധി ഉറക്കാത്തത്? ഇല്ല ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ബുദ്ധി ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതുണ്ടെങ്കിൽ ബാക്കി മൊത്തം നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ് നിങ്ങൾ എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടത്. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ ചെറുതാവുമ്പോൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു, നിങ്ങളുടെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങളെ ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ പാരന്റ്സ് എൻകറേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ നെയ്ബേഴ്സ് എന്തൊക്കെയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് എൻവയോൺമെന്റ് ആണ് നിങ്ങളെ ഇന്നുള്ള നിങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. യു ആർ വാട്ട് യുവർ എൻവയോൺമെന്റ് മേക്സ് യു, ദ റിലേഷൻഷിപ്പ് അറൌണ്ട് യു. അപ്പൊ അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി താങ്ക്ഫുൾ ടു യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾ ഇന്ന് എന്താണോ അത് നിങ്ങളുടെ സറൗണ്ടിങ്സിന്റെ റിസൾട്ടാണ്. അപ്പൊ യു ഷുഡ് ബി താങ്ക്ഫുൾ ടു ദ റിലേഷൻഷിപ്പ് അറൌണ്ട് യു, എസ്പെഷ്യലി ടു യുവർ പാരന്റ്സ്. നിങ്ങൾ ഇന്ന് എന്താണോ അത് കംപ്ലീറ്റ് അവരുടെ എഫേർട്ടിന്റെയും സാക്രിഫൈസിന്റെയും ഹാർഡ് വർക്കിന്റെയും എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ബി താങ്ക്ഫുൾ ടു യുവർ പാരന്റ്സ്, ബി താങ്ക്ഫുൾ ടു എവ്രി വൺ അറൌണ്ട് യു, എസ്പെഷ്യലി ടു യുവർ പാരന്റ്സ്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഈ അഡോളസന്റ് പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, പാരന്റ്സ് ഞങ്ങൾക്ക് ഫ്രീഡം തരുന്നില്ല, ഞങ്ങളെ തിരിയാനും അറിയാനും ഒന്നും സമ്മതിക്കുന്നില്ല, വല്ലാണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈമിലുള്ള കുട്ടികളുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണെന്നറിയോ മക്കളെ? പലപ്പോഴും പാരന്റ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സെപ്പറേറ്റ് ഒരു സാധനമാണ്, നിങ്ങൾ അവരുടെ ഒരു അവയവത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞത് പോലെ. അതായത് ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യ്, കണ്ണ്, മൂക്ക്, വായ, മുഖം ഇതൊക്കെ എങ്ങനെയാണോ അതേപോലെയാണ് നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങൾ എന്ന് പറഞ്ഞത്. അവരുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള, ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത, അവരോട് അത്രമാത്രം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സിന്റെ സ്വപ്നമാണ്. അവരവരുടെ ലവിന്റെ ഔട്ട്പുട്ടാണ്, നിങ്ങളുടെ പാരന്റ്സ് തമ്മിലുള്ള ലവിന്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളെ ഒരു സെപ്പറേറ്റ് ആയിട്ട്
അല്ലെങ്കിൽ എങ്ങനെ പോണേ പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് എന്ത് തന്നെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴും അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല, നിങ്ങളെ കുറിച്ചിട്ടുള്ള വറി കൊണ്ടാണ്. ആ വറി മാറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഞാൻ റെസ്പോൺസിബിൾ ആണ്, എന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യേണ്ടി വരും, ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുറെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇടപെടുന്നത് നിർത്തും. പക്ഷെ അത് നിർത്താത്തത് അവർക്ക് ആ ബോധ്യം വരാത്തത് കൊണ്ടാണ്. ആ ബോധ്യം വരുന്ന ഒരു സമയമാകുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇടപെടുന്നു. പക്ഷെ ആ സമയം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും അവരൊന്നും എന്റെ ലൈഫിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്ന്. ഞാനിപ്പോ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് ആളുകളാണ് നമ്മളെ കാണാറുള്ളത്. ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതാണ്, എന്റെ പാരന്റ്സ് വല്ലാണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, എപ്പോഴും അടിപിടിയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അവർ വന്ന് പറയൽ എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പാരന്റ്സിന്റെ അടുത്ത്, എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ കുറ്റബോധമാണ്. കാരണം അവരുടെ മക്കളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോ അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് എത്രത്തോളം അവരുടെ പാരന്റ്സ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ള ഒരു ഫാക്ടർ അവർ റിയലൈസ് ചെയ്യും. അപ്പോഴേക്കും ഒരുപാട് കണ്ട് കടന്നു പോയിട്ടുണ്ടാവും, എസ്പെഷ്യലി ബോയ്സ്. ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം പറയാറ്. ഐ വാസ് നെവർ ബീൻ ജസ്റ്റിസ് ടു മൈ പാരന്റ്സ്, ഞാൻ ഒരിക്കലും എന്റെ പാരന്റ്സിനോട് നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളൊരു ഫാക്ട് അവർ റിയലൈസ് ചെയ്ത് ഒരുപാട് നാൾ കഴിയുമ്പോഴായിരിക്കും. അപ്പൊ ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങളിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പാരന്റ്സ് ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഡിസ്കംഫർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബട്ട് ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദാറ്റ്. തിങ്ക് അബൌട്ട് വാട്ട് ദേ ഹാവ് ഡൺ ഫോർ യു. അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും. അവരുടെ സ്വപ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, അവരുടെ സമയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് ഡിസ്കംഫർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കാരണം ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബട്ട് അതെല്ലാം ഓവർകം ചെയ്തിട്ടും അവർ നിങ്ങളെ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്നുള്ളത്, ആ ഒരു ഫാക്ടിനോട് യു ഷുഡ് ബി താങ്ക്ഫുൾ. കാരണം താങ്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സ് ഡിസേർവ് ചെയ്യുന്നു. നമ്മളുടെ നാട്ടിലുള്ള അമ്മത്തൊട്ടിലുകൾ അങ്ങനത്തെ ഒരുപാട് കഥകൾ പറയുന്നു. തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന കുട്ടികൾ, അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ, ഇവരുടെ പാരന്റ്സ് ഒക്കെ എന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഒളിച്ചോടിയിട്ടുള്ള പാരന്റ്സ് ആണ്. നിങ്ങളുടെ പാരന്റ്സ് അത് ചെയ്തിട്ടില്ല. നിങ്ങളുടെ പാരന്റ്സ് ദേ ഹാവ് ടേക്കൻ കെയർ ഓഫ് യു. നിങ്ങളെ ഇന്ന് 18, 19, 20, 17 വയസ്സുള്ള ആളുകളാക്കി തീർക്കുന്നത് വരെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ളതല്ല, അവരൊരിക്കലും അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല. സോ യു ഷുഡ് ബി താങ്ക്ഫുൾ ടു യുവർ പാരന്റ്സ്. അവർ പറയുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഒരുപാട് ജനറേഷൻ ഗ്യാപ്സ് ഉണ്ടാവും, നിങ്ങൾ പറയുന്നത് ഒരു പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സ്റ്റിൽ ദേ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ് ടു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, അതിന് താങ്ക്ഫുൾ ആണ്. ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഓർഫൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാത്ത പ്രിവിലേജ് കിട്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി താങ്ക്ഫുൾ ടു യുവർ പാരന്റ്സ്. അപ്പൊ ഇന്ന് വരെ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഒരു നന്ദിയും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നാവട്ടെ അതിനുള്ള ഒരു അവസരം. ഒന്നുമില്ല, പാരന്റ്സിന് പോയിട്ട് താങ്ക് യു ഒന്നും പറയണ്ട. താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് അന്തം വിടുവാതെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോയിട്ട് ജസ്റ്റ് അവരുടെ അടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമാണ്. ഓക്കെ, ഈ ഒരു സംഗതി പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിങ്ങൾ എത്ര ആൾക്കാർ നിങ്ങളുടെ അമ്മേനെ കെട്ടിപ്പിടിക്കാറുണ്ട്? ഉമ്മ ചോദിക്കും നിനക്ക് വട്ടായോ എന്ന്. ആയെന്ന് പറയടാ, എനിക്ക് ചെറിയൊരു വട്ടുണ്ട്, ഉമ്മാനോട് സ്നേഹം തന്നൊരു വട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. മിസ്സേ ഞാൻ കെട്ടിപ്പിടിക്കും, വെരി ഗുഡ്. അതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പാരന്റ്സിനെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താ അത്ര നാണക്കേട് വിചാരിക്കാൻ? എപ്പോഴും ചെയ്യുന്നതാണ് മാം, വെരി ഗുഡ്. ഉമ്മ സമ്മതിക്കൂല എന്നോ? ഉമ്മാന്റെ സമ്മതം ഒന്നും ചോദിക്കണ്ട, ആണ്ട് പോയി കെട്ടിപ്പിടിച്ചോളൂ. ഓക്കെ, ഞാൻ എന്നും കെട്ടിപ്പിടിക്കലുണ്ട്, വെരി ഗുഡ്. അതായത് നിങ്ങളുടെ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഞാനൊരു പ്രഹസനം പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ കെട്ടിപ്പിടിക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിങ്ങളുടെ ലവ് അറിയിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യാനുള്ളത് തന്നെയാണ്.
ആട്ടിത്തള്ളും പണീൻ്റെ ഇടയിൽ പോയി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്ന സംഗതി. അതായത് നിങ്ങളുടെ ഉമ്മാനോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോടുള്ള ഒരു നന്ദി കാണിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ പാരൻസ് വർക്ക് ചെയ്യുക ഭയങ്കര അൺകണ്ടീഷണൽ ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങനെ വല്ലാണ്ടായിട്ടൊന്നും പ്രതീക്ഷിക്കണമൊന്നുമില്ല. അവർ ജസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനും എന്താ പറയുക നിങ്ങളെ പോലെ തന്നെയായിരുന്നു. ഒരു പക്ഷേ വൺസ് നമ്മൾ മദർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു നമ്മളുടെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാരൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹീറോ എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ മദറാണ്. കാരണം പുള്ളിക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷി വാസ് എ വർക്കിംഗ് വുമൻ. സ്റ്റിൽ ഭയങ്കര നന്നായിട്ട് നല്ല രീതിയിൽ നമ്മളുടെ എല്ലാ ഡിസിഷൻസും എടുക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ജോലികൾ, പിന്നെ ഓഫീസിലെ ജോലികൾ, ഇതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മളുടെ പാരൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ റിയൽ ഹീറോസ്. ഭയങ്കര സംഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ പാരൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഐ തോട്ട് പാരൻറ്റിങ് വാസ് വെരി ഈസി അൺടിൽ ഐ ബിക്കേം എ പാരൻറ്റ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ പാരൻ്റ് ആയപ്പോഴാണ് മനസ്സിലായത് അത് ഇത്രത്തോളം ഡിഫിക്കൽട്ട് ആൻഡ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പീരീഡിലൂടെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ പാരൻസും കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ യു ഷുഡ് താങ്ക് യുവർ പാരൻസ്. അത് ഏത് വേലായിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ കെട്ടിപ്പിടിക്കലോ ഉമ്മ കൊടുക്കലോ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാം, അവരെ മനസ്സിലാക്കാം. അതാണ് ഏറ്റവും നല്ല അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അവരെ മനസ്സിലാക്കാണ് അവർ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയോളജി ഒന്നും ആവില്ല. അത് നിങ്ങളുടെ ഐഡിയോളജി എങ്ങനെ അവർക്ക് ആവാനാ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എൻവയോൺമെൻ്റ് അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവർ സംസാരിക്കുന്നത് അവരുടെ കാലത്തിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളുടെ കാലത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. അവർ ആ കാലത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും ഫോർവേഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഫോർവേഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. ഓക്കെ, അവർക്ക് കിട്ടിയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് ഇത്രയും നന്നായിട്ട് നിങ്ങളെ അപ്ബ്രിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്കെന്നുണ്ടെങ്കിൽ ദേ റിയലി ഡിസേർവ്സ് ആൻ അപ്രീസിയേഷൻ. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ ഡ്രീമിനെക്കാട്ടും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ബി താങ്ക്ഫുൾ ടു ദ ഹീറോസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലെ ഹീറോസിനോട് ബി താങ്ക്ഫുൾ. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ടു ചേഞ്ച് ഇറ്റ്. അവരോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവരോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഗേളാണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. മൈ ബ്രോ ഇസ് മൈ ഹീറോ, ഐ നോ എ മിസ്. അപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്, എന്നെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛനാണ്. എനിക്ക് ആ കുട്ടി പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ എല്ലാ കാര്യത്തിലും റെസ്ട്രിക്റ്റ് ചെയ്യും. ഞാൻ ഈ കോളേജിൽ വന്നത് തന്നെ ചിലപ്പോൾ അച്ഛനോട് വഴക്കുണ്ടാക്കിയിട്ടാണ്. പക്ഷേ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര നല്ല, ഞാൻ കേട്ടിട്ടുള്ളതിൽ, ഞാൻ അത്രയും നാളും പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു അത്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാരൻസിനിട്ട് ബി താങ്ക്ഫുൾ. ഞാൻ പറയുന്നത് കൊണ്ടല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ റാഷണലായിട്ട് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയട്ടെ എന്ന്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ കമ്പാനിയൻസ് എന്ന് പറയുന്നത്. കമ്പാനിയൻസ് എന്ന് പറയുന്ന ആളുകൾ, കമ്പാനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? നിങ്ങളുടെ ഫ്രണ്ട്സ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കൽ നിങ്ങളുടെ ഫ്രണ്ട്സിനല്ലേ, അല്ലേ? അതെ, ചങ്കായിട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ വാക്സ് വിത്ത് യു, നിങ്ങളുടെ ഒപ്പം നടക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന
നിങ്ങൾ എന്ത് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലും, അതെ നൻപൻസ്, നിങ്ങൾ എന്ത് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, എല്ലാ പൊട്ടത്തരങ്ങൾക്കും മണ്ടത്തരങ്ങൾക്കും നിങ്ങളെ ഉണ്ടാക്കുന്നത്, പരസ്യമായിട്ട് നിങ്ങളെ നല്ല മാന്യമായിട്ട് അധിക്ഷേപിക്കുന്ന, എന്നാൽ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ദ വൺസ് ഹു വാക്സ് വിത്ത് യു, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൈ പിടിച്ച് നടക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടരുണ്ട്, അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാം. അവരെല്ലാത്തിനും നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, വൺസ് ദാറ്റ് കൺട്രോൾസ് യു, നിങ്ങളെ കൺട്രോൾ ചെയ്ത് കളഞ്ഞോളും, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് കളഞ്ഞോളും. ഒന്നെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി. ഫിസിക്കൽ കൺട്രോളുകൾക്ക് നമുക്ക് ഒരുപാടൊക്കെ സഹിക്കാൻ പറ്റും. ഇമോഷണൽ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കമ്പാനിയൻസ് നമുക്കുണ്ടാവും. അതായത് അവർ പറയും, നീ നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, പക്ഷെ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല നമുക്ക്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ കമ്പാനിയൻസ് ദാറ്റ് കൺട്രോൾസ് യു. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കമ്പാനിയൻസിനെ കുറിച്ചിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ആ ആളുകൾ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ദോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറ്റൻഡൻസ് ലിങ്ക് ഒക്കെ തര ജംഷീദേ, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഈ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, ഈ ആൾക്കാർ തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ സൈക്കോളജീൻ്റെ ടേമിൽ പിയർ പ്രഷർ എന്ന് പറയും. വല്ലാണ്ട് നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് കളയും, പലതരത്തിൽ നിങ്ങളെ ഇമോഷണലി ആക്കി വീക്കാക്കി കളയും, നിങ്ങളെ എല്ലാ കാര്യത്തിലും വീക്കാക്കി കളയും. എസ്പെഷ്യലി എമംഗ് ബോയ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പിയർ പ്രഷറാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രഷർ. പലപ്പോഴും സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഹാബിറ്റിലോട്ട് ആളുകൾ ഈ പറഞ്ഞ പിയർ പ്രഷർ കാരണമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ കോളേജ് സ്റ്റുഡൻസിൽ മിക്കവാറും ആളുകൾ +2 ഇത്തരത്തിൽ ഡ്രഗ്സിനും ഡ്രിങ്ക്സും ഒന്നും കഴിച്ച് ശീലമില്ലാത്ത, അല്ലെങ്കിൽ അതിനോടൊന്നും വൾണറബിൾ അല്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ സംഗതികളോട് വൾണറബിൾ ആവല് പിയർ പ്രഷർ കാരണമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പലപ്പോഴും ബോയ്സിൻ്റെ ഇടയിൽ സ്മോക്കിംഗ് എന്ന് പറയുന്ന സംഗതി ബോയ്സ് ചെയ്യണം എന്നൊരു അൺറിട്ടൺ റൂളുള്ള ഒരു സംഗതിയാണ്. നീ സ്മോക്ക് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലുകളാണ്. ആണോ അല്ലേ? ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? ബോയ്സ് പറയൂ. തുറന്ന് പറയാൻ മടിയായിരിക്കും, മൈനു. സ്റ്റിൽ ഉണ്ട്, കറക്റ്റാണ്. കാരണം ഞാൻ ഒരു കൊല്ലം നിങ്ങളുടെ പോലത്തെ ഒരുപാട് ബോയ്സിൻ്റെ ഇടയിൽ ആയിരുന്നു ലാസ്റ്റ് ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എനിക്ക് സ്മോക്കിങ്ങിനും ഡ്രിങ്കിങ്ങിനും വന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല ആയിരിക്കാം. എന്താ പറയുക, നമ്മൾ അതിലല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കാം. ബട്ട് ഇത് നമ്മളുടെ നാട്ടിൽ തന്നെ ഉള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നല്ല, ഒരു നാട്ടിൽ തന്നെ ഉള്ള ഒരു രീതിയാണ്. അതായത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ബോയ്സ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു നാണക്കേടാണ് എന്ന് പറഞ്ഞാൽ. ഡ്രിങ്കിങ് ഇല്ലെങ്കിലും സ്മോക്കിങ്ങിൻ്റെ കേസിൽ പലപ്പോഴും നമ്മളുടെ സിനിമകളും അത് പല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞൊരു ബിഹേവിയറിനെ പല രീതിയിൽ നമ്മളുടെ സിനിമകളും എൻകറേജ് ചെയ്യുന്നുണ്ട്. താഴെ എഴുതി കാട്ടും, എന്താ പറയുക, സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളുടെ സിനിമകളും ഈ പറഞ്ഞ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിലൊരു നിങ്ങളില്ല എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ഈ ലോകത്തുള്ള വളരെ ഡയറക്റ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളായിട്ടായിരിക്കും ചിലപ്പോൾ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. കാരണം എനിക്കത് ശക്തമായിട്ട് പറയാൻ പറ്റും. ഒന്നാമത് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, നമ്മൾ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഐ ഹാവ് സീൻ സോ മച്ച് കേസസ് റിഗാർഡിങ് ലൈക്ക് ദാറ്റ്. അതായത് മിക്ക ആളുകളുടെയും ഒരു ഹിസ്റ്ററി, ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവർ തുടങ്ങിയിട്ടുണ്ടാവുക, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, ഒരിക്കലും എന്താ പറയുക, ഈ കഴിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടൊന്നുമല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നിട്ട് കമ്പനിക്ക് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ നല്ല കാര്യം, ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവുക ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെറുതെ ഒരു കമ്പനിക്ക് ജസ്റ്റ് ഫോർ സോഷ്യലൈസിങ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാവും നമ്മളിത് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് അതെന്താവും, ഹാബിറ്റായിട്ട് മാറും.
അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ, ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ. കാരണം ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ലൈഫിൽ എല്ലാത്തിൻ്റെയും ആദ്യ പടി നടന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരെ ഈസി ആയിരിക്കും എല്ലാ സംഗതികളുടെയും. അപ്പൊ ആദ്യം എന്ന് പറയുന്ന സംഗതി നടക്കാതിരിക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള പിയർ പ്രഷറുകളെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. പിയർ പ്രഷറുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ബി അസേർട്ടീവ്. അസേർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിട്ട് വരുമ്പോൾ അടിച്ച് മോന്ത പൊട്ടിക്കല്ല വേണ്ടത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കും. അത് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്, നിങ്ങളുടെ പോളിസിക്ക് എതിരാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് സേ നോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോ പറഞ്ഞ് പഠിക്കുക. പലപ്പോഴും പല ആളുകൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോ പറഞ്ഞ് പഠിക്കലാണ്. നോ എന്ന് പറഞ്ഞത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് പറയുന്നതിനെക്കാട്ടും ഡിഫിക്കൽട്ടാണ്. നോ എന്ന് പറയാൻ അത്ര ഈസി ഒന്നല്ല. ആളുകൾ എന്തെങ്കിലും നിങ്ങളോട് പറയുന്ന സമയത്ത് പറ്റില്ല എന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് നോ പറഞ്ഞ് പഠിക്കണം. എങ്ങനെയാണ് നോ പറഞ്ഞ് പഠിക്കുക? എങ്ങനെയാണ് നോ പറഞ്ഞ് പഠിക്കുക? നിങ്ങളുടെ അടുത്ത ആൾക്കാരോട് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ യു ഷുഡ് സേ നോ. പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ നോ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പറയേണ്ടിയില്ലായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ വരും. പക്ഷെ ആ തോന്നലുകളൊക്കെ ഓവർകം ചെയ്തിട്ട് നോ പറയാൻ ശീലിക്കണം. ഈ പറയുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള വല്ല പണിയും പറഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ നോ പറയും. ദാറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ് നോ പറയാൻ പഠിക്കുക. നോ പറയുന്ന ആളുകൾക്ക് എനിമി ഉണ്ടാകും. ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. എനിമീസ് എന്ന് പറയുന്നത് ഇല്ലാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പോസിറ്റീവ്സ് മാത്രമൊന്നുമല്ല, നെഗറ്റീവ്സും സംഭവിക്കും. ലെറ്റ് ഇറ്റ് ബി. പക്ഷെ നിങ്ങൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. ബട്ട് എന്താണ്, നല്ല പൊളൈറ്റ് ആയിട്ടുള്ള നോസ് പറയാൻ പഠിക്കാം. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, എനിക്ക് പറ്റില്ല. ഇതാണ് ഏറ്റവും പൊളൈറ്റ് വേ ടു സേ നോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് എനിക്ക് താല്പര്യമില്ല, ഞാനത് ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ആരെങ്കിലും റാഗ് ചെയ്യാൻ വരികയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെ റാഗിങ് ഉണ്ടാവില്ല നമ്മുടെ കോളേജിൽ. സ്റ്റിൽ ആരെങ്കിലും റാഗ് ചെയ്യാൻ വന്നു എന്ന് തന്നെ വിചാരിക്കും. എനിക്ക് എന്തെങ്കിലും ടാസ്ക് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, പറ്റാത്ത കാര്യമാണ്, പറ്റില്ല എന്ന് തന്നെ പറയും. എനിക്ക് പറ്റില്ല, അതിൻ്റെ പേരിൽ എന്തൊക്കെ പുകലുകൾ ഉണ്ടായാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്കിപ്പോൾ ഒരു റാഗിങ്ങിൻ്റെ ഇൻസിഡൻറ്റ് കോളേജിൽ ഉണ്ടായെന്ന് വിചാരിക്കുക. എന്താ നിങ്ങൾ ചെയ്യാം? എത്ര നന്നായിട്ടുള്ള ആളുകൾക്കും എനിമി ഉണ്ടാകും. യെസ്, കറക്റ്റാണ്. ഒരാൾ റാഗ് ചെയ്യാൻ വന്നു, നിങ്ങളുടെ സീനിയേഴ്സ് റാഗ് ചെയ്യാൻ വന്നു, വാട്ട് വിൽ യു ഡു? റുക്സാന പറയൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പറ്റില്ല പറയും. ഓക്കെ, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. ചെയ്യാൻ പറ്റുന്നതായാലും ചെയ്യണം എന്നില്ല. റാഗിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോട്ട് അലൗഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അടിയും പിടിയും ഉണ്ടാക്കാൻ പോകരുത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാവുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള HODസിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലൈൻറ്റ് ചെയ്യുക. ഗെറ്റ് ടു ദ സേഫ് സോൺ. സേ നോ. അതന്നെ, നോ പറയുക. നോ പറയാന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോ പറയാനുള്ളത്. മിറർ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിട്ട്, ഒരാൾ പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ നോ പറഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ തന്നെ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുക. മെൻറ്റൽ പ്രാക്ടീസിങ് എന്ന് പറയും നമ്മൾ. അതായത് നിങ്ങളുടെ അടുത്ത് ഒരാൾ ഒരു ആവശ്യമായിട്ട് വരുവാണ്, അപ്പം നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അയാൾ ആവശ്യം വരുന്നത് ഇമാജിൻ ചെയ്യുക, നോ പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് അസർട്ടീവായിട്ട് പഠിക്കാനാണ്. എന്ന് വെച്ചിട്ട് കണ്ണി കണ്ട എല്ലാ സാധനത്തിനും നോ പറയല്ല കേട്ടോ. ടീച്ചേഴ്സ് അസൈൻമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വാല്യൂസിനും നിങ്ങളുടെ പോളിസീസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയാം. ബട്ട് യു ഹാവ് ടു ടേക്ക് കെയർ അബൌട്ട് ദ സിറ്റുവേഷൻ. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നോ പറയാൻ. ബട്ട് യു ഷുഡ് പ്രാക്ടീസ് സേയിങ് നോ. അപ്പൊ ഇന്നു മുതൽ നോ പറയാൻ വേണ്ടിയിട്ട് റെഡി ആവുമല്ലോ എല്ലാവരും? റെഡി ആവോ? യെസ് മിസ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ വി വർ ടോക്കിംഗ് അബൌട്ട് പിയർ പ്രഷർ. നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വി ഹാവ് ടു സെറ്റ് ലിമിറ്റ് ഫോർ എവറി റിലേഷൻഷിപ്പ്. എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ ചില ആളുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ
പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് ഓഫ് ആക്കി കളയും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് പീപ്പിൾ ആയിരിക്കും, വേഗം മൂഡ് ഓഫ് ആക്കി കളയും. അപ്പം നമ്മൾക്ക് എന്താണ്, നമ്മളുടെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ആ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പീപ്പിൾ അറൗണ്ട് യു, ആ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. അത് വളരെ ഹാംഫുൾ ആണ്. ഒരിക്കലും ഒരാളിനെയും നെവർ അലോ എനി വൺ ടു കൺട്രോൾ യുവർ ഇമോഷൻ. ഒരാളിനെയും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ കൊടുക്കരുത്. കാരണം എന്താണ്, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും അതിൽ റോളില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇത്രയും കാലം ഞാൻ തന്നെയായിരുന്നു. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ ഉള്ളിലെടുത്ത് വെക്കുന്നതിനെക്കാട്ടും ഷെയർ ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവുക എന്നിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവണം, ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ബട്ട് നെവർ അലോ ദാറ്റ് പേഴ്സൺ ടു കൺട്രോൾ യുവർ ഇമോഷൻ. ഒരിക്കലും ആ പേഴ്സണെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവരെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ നിങ്ങളുടെ തലയിൽ കയറുന്നായിരുന്നു. ഒബ്വിയസ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ദ പവർ ടു കൺട്രോൾ യു. ഒരിക്കലും ഒരാൾക്കും എന്ത് കൊടുക്കരുത്, പവർ കൊടുക്കരുത്. പവർ എന്ന് പറയുന്ന സംഗതി വളരെ എന്താ പറയുക, ഭംഗിയുള്ളൊരു സംഗതിയാണ്. എന്താണെന്നറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ പവർ ആരമില്ല കാണിക്കാന്നറിയോ? നമ്മളുടെ താഴെയുള്ള ആൾക്കാരോട്, നമ്മുടെ മുകളിലുള്ള ആൾക്കാരോട്, മുകളിലുള്ള ആൾക്കാർ നമ്മളോടും കാണിക്കും. ഈ പവർ എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അത് മുകളിലുള്ളവൻ താഴെയുള്ളവനോട് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ റിമോട്ട് കൺട്രോൾ കൊടുക്കുകയാണ്, നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ദേ വിൽ കൺട്രോൾ യു ഇൻ ലൈക്ക് സർക്കസിലെ കോമാളിനെ തിരിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ മൃഗങ്ങളെ തിരിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെയും ചുറ്റിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുന്നല്ല, എല്ലാ റിലേഷൻസും നിങ്ങളെ ചുറ്റിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് ലിമിറ്റ് ഫോർ യുവർ റിലേഷൻഷിപ്പ്. അത് എത്ര ക്ലോസ് ആയിട്ടുള്ള, എത്ര ഹാർഡ് ആയിട്ടുള്ള, എത്ര വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സെറ്റ് ലിമിറ്റ്. എല്ലാ റിലേഷൻസിനും ഒരു സെറ്റ്, നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ നിങ്ങളുടെ എത്ര അടുത്തേക്ക് നിങ്ങൾ അടുപ്പിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ. സൈക്കോളജിക്കലാണ്, നമ്മുടെ മൈൻഡിൽ എത്രത്തോളം അടുപ്പിക്കും. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരാളെയും, നിങ്ങളെ അല്ലാണ്ട് ഒരാളെയും കടത്തണം. കാരണം അങ്ങനെ ആരെങ്കിലും കടത്തിക്കഴിഞ്ഞാൽ ദേ വിൽ മിസ്യൂസ് യു. ഏതെങ്കിലും തരത്തിൽ, ഇമോഷണലായിട്ടോ ബയോളജിക്കലായിട്ടോ ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ്. അത്തരത്തിലുള്ള മിസ്യൂസ് ഒന്നും സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നെവർ give remote control of your emotion to your friends or the people around you. ഒരിക്കലും കൊടുക്കരുത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അവരെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അവരെ കുറിച്ച് പഠിക്കണം എന്നൊന്നുമില്ല. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് സംഭവിക്കുക. അപ്പോൾ ആ ആളുകളെ റീഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് അവർക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവരിൽ ശ്രമിക്കാം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അവരുടെ വഴിക്ക് പൊക്കോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്കും പോവാം. ഒരിക്കലും മോശമായിട്ടുള്ള കാര്യങ്ങളിൽ ഓവറായിട്ട് ഇൻവോൾവ് ആവരുത്. എസ്പെഷ്യലി ഫിസിക്കലായിട്ടുള്ള ടോർച്ചറുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പിയർ പ്രഷറുകൾ നിങ്ങൾക്ക് വരാം, ആൽക്കഹോൾ ഡ്രഗ് ഇഷ്യൂസ് വരാം. അപ്പോൾ ഈ സംഗതികളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ലിമിറ്റ് എന്നുള്ളത് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഫ്രണ്ട്ഷിപ്പോ വേണ്ട എന്നല്ല. ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും എല്ലാം വേണം. ദാറ്റ് മേക്സ് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പങ്കുവഹിക്കും. ബട്ട് എന്താണ്, അതിലെല്ലാം നിങ്ങൾക്ക് എന്തുണ്ടാവണം? യു ഷുഡ് ഹാവ് എ കൺട്രോൾ ഓവർ യുവർ സെൽഫ്. നിങ്ങളെന്താണ്, നിങ്ങളുടെ ഒരു കൺട്രോൾ നിങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ 3 ഇമ്പോർട്ടൻറ്റ് കീസ് ഉണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് കീസ് ആണുള്ളത്. ഒന്നാമത്തെ സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞ കൺട്രോൾ യുവർ സെൽഫ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തത് ഓൾട്ട്. കൺട്രോൾ, ഓൾട്ട്, ഡിലീറ്റ്. ഈ പറഞ്ഞ 3 കീസാണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കീസ്. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ യുവർ സെൽഫ്. ഓൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. യു മേ ഹാവ് പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? അയ്യോ പ്രോബ്ലം വരുന്നേ എന്ന് പറഞ്ഞിട്ട് വറീഡ് ആയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല.
എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. എവ്രി പ്രോബ്ലം കംസ് വിത്ത് എ സൊല്യൂഷൻ. ആ സൊല്യൂഷനുള്ള ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഓൾട്ട് എന്ന് പറയുന്ന ബട്ടൺ കൊണ്ട് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ഓൾട്ടർനേറ്റീവ് ഫോർ യുവർ പ്രോബ്ലംസ്. ഫൈൻഡ് ഔട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. ഇനി ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ ഇല്ല, എന്ത് ചെയ്യും? ലെറ്റ് ഇറ്റ് ബി, ഉണ്ടായിക്കോട്ടെ. പ്രോബ്ലംസ് അല്ലേ, വന്ന പോലെ പോകും. നമ്മൾക്ക് ഒരു ദിവസം തലവേദന ഉണ്ടായി എന്ന് വിചാരിക്കും. ചെറിയ തലവേദന ഉണ്ടായി. തീരെ തലവേദന ഒന്നും ഇല്ലാതെ നമ്മൾ നല്ല സുഖലോലുപലായി കഴിയുമ്പോഴാണ് നമുക്ക് തലവേദന ഉണ്ടായി വിചാരിക്കും. നല്ല ഡിസ്റ്റർബൻസ് ആവില്ലേ? ഡിസ്റ്റർബൻസ് ആവില്ലേ? യെസ്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾക്ക് കുറച്ചും കൂടി അധികം തലവേദന ഉണ്ടായി. അപ്പോൾ എന്താവും? അതിലും ഡിസ്റ്റർബൻസ് ആവും. അടുത്ത ദിവസം ആയപ്പോൾ തലവേദന കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മളുടെ ഡിസ്റ്റർബൻസ് കുറയൂലേ? കുറയൂലേ? കുറയും. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ഈ ഒരു തലവേദന എന്ന് പറഞ്ഞ ഡിസ്റ്റർബൻസ് എന്താവും? അതിൻ്റെ വീര്യം, നമ്മളിൽ ഏൽപ്പിക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ പ്രോബ്ലംസ്. ഓരോ ദിവസവും പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ആ പ്രോബ്ലംസ് ചിലത് സൊല്യൂഷൻസ് കാണാൻ പറ്റും, ചിലതിന് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ പ്രോബ്ലം താനെ ചമ്മി ഓടിപ്പോയിക്കോളും. കുറേ നാൾ കഴിയുമ്പോൾ ആ പ്രോബ്ലം നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വറീഡ് ആവുകയല്ല. ട്രൈ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് ഔട്ട്, ലെറ്റ് ഇറ്റ് ബി. അടുത്ത സൊല്യൂഷൻ, അടുത്ത സംഗതി എന്താണ്? ഡിലീറ്റ് ദ സിറ്റുവേഷൻ ദാറ്റ് ഹേർട്സ് യു. നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസിനെ ഡിലീറ്റ് ചെയ്യാൻ പഠിക്കാം. ലൈഫിൽ ഒരുപാട് സംഗതികൾ. ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് റോസസ് ആണോ അതോ തോൺസും ഉണ്ടാവുമോ? വാട്ട് ഡു യു തിങ്ക്? ഫുള്ള് റോസ് പെറ്റൽസ്, പൂ മാത്രമേ ഉണ്ടാവുള്ളൂ? തോൺസും ഉണ്ടാവും. ലൈഫ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും മാത്രമാണ്. പോസിറ്റീവിന് ഇൻടേക്ക് ചെയ്യാൻ, നെഗറ്റീവിനെ അങ്ങോട്ട് വലിച്ചെറിയുക, അത്രയേ ഉള്ളൂ. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് ടൂ മച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ സുഖമായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അതോടെ തന്നെ നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കും. അല്ലാണ്ട് ഇത് ഓരോ ദിവസം കൊടുത്തോറും എന്തൊക്കെയാ മലയാ എൻ്റെ നേരേക്ക് വരുന്നത് എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഫേസ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ് വിത്ത് എ സ്മൈൽ. ലൈഫിൽ കാണുന്ന ഓരോ കാര്യങ്ങളെയും വിത്ത് എ സ്മൈൽ നേരിടും. ഓക്കെ, ബോറടിച്ചോ? ആളുകളുടെ റെസ്പോൺസ് ഒക്കെ കുറഞ്ഞല്ലോ. ഇല്ല മിസ്സേ. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. യുവർ ഡ്രീംസിൽ നിങ്ങൾ ഭയങ്കര ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ഡ്രീംസിനെ വിട്ടുകൊടുക്കരുത്. ഓക്കെ, ഡ്രീംസിനെ എപ്പോഴും കൂടെ കൂട്ടുതന്നെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് മലയാളം ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രോബ്ലം ആണോ? ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രോബ്ലം ആണോ? ഇംഗ്ലീഷിന്റെ പ്രോബ്ലം എങ്ങനെയാണ് മറികടക്കുക? നിങ്ങൾ മലയാളം പഠിച്ചതുപോലെ ഇംഗ്ലീഷ് പഠിക്കണം. മലയാളം നിങ്ങൾ എങ്ങനെയാ പഠിച്ചേ? സ്കൂളിൽ പോയിട്ട് പഠിച്ചതാണോ മലയാളം? അല്ല മിസ്, കേട്ടിട്ട് പഠിക്കുക അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് കേട്ടാണ് ഇംഗ്ലീഷും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബൊക്കെ എല്ലാവരും കാണുന്നതല്ലേ? യൂട്യൂബിൽ കുറേ ഇംഗ്ലീഷ് മൂവീസ് ഉണ്ടാവും, സബ് ടൈറ്റിലുകളുള്ള ഇംഗ്ലീഷ് മൂവീസ്. മനസ്സിലായില്ലെങ്കിലും റിപ്പീറ്റ് അടിച്ച് കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള മൂവീസ് ഉണ്ടാവും, അതെല്ലാം റിപ്പീറ്റ് അടിച്ച് കാണുക. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ സീരീസുകൾ കാണുക. യെസ്, ഇംഗ്ലീഷ് കേട്ടാൽ പ്രാന്താവും. പിന്നെ എങ്ങനെ കേട്ട് പഠിക്കുക? ആ പ്രാന്ത് മാറാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആണ്. സിനിമ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? സിനിമ കാണുക. കുറേ നാൾ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സീരീസുകൾ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളും. ഞാനൊക്കെ സാധാ മലയാളം മീഡിയത്തിൽ വന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തത് ഗുജറാത്തിലാണ്. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ ഒറ്റ മലയാളം അറിയുന്ന ഒരാൾ പോലും ഇല്ല. ഫുള്ള് ഹിന്ദിയും ഇംഗ്ലീഷും അറിയുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചത്, ഞാൻ നമ്മളുടെ നാട്ടിലുള്ള സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വളർന്നിട്ടുള്ള ആളാണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഫ്ലുവൻ്റ്ലി. അത് സംസാരിക്കാൻ പറ്റുന്നത് ഹിന്ദി ഞാൻ പഠിച്ചത് ഹിന്ദി സീരിയലുകൾ കണ്ടിട്ടാണ്. ഞാൻ ഡിഗ്രി സമയങ്ങളിൽ ഒരുപാട് ഹിന്ദി സീരിയലുകൾ കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. ഒട്ട സീരിയലുകളാണ്, പക്ഷേ കാണും ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടുള്ളത് ബുക്സ് വായിച്ചിട്ടും അതേപോലെ മൂവീസ് കണ്ടിട്ടുമാണ്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്.
പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറ്റില്ല എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് കേട്ട് ഇംഗ്ലീഷിനോടുള്ള ആ ഒരു വെറുപ്പാണ് മാറണം. പിന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാം. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. ആള് വളരെ അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ആള് നമ്മൾ കോളേജിൽ പോയപ്പോൾ മുതലുള്ള എല്ലാ പ്രോഗ്രാമിനും ആൾ ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നതിൽ പകുതി പൊട്ടത്തരായിരിക്കും. പക്ഷേ ആള് ഒരിക്കലും മലയാളം സംസാരിക്കില്ല. എന്ത് ഫംഗ്ഷൻ വന്നാലും ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ. അങ്ങനെ ആളുടെ ഇംഗ്ലീഷിനെ ആളുടെ ഇംഗ്ലീഷിനെ കോൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ഫേമസ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. യുനെസ്കോ കേട്ടിട്ടില്ലേ? യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്. ഉള്ള പല കൺട്രീസിലും ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇതുപോലെ ഇംഗ്ലീഷിനെ പേടിച്ച് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും എത്തുമായിരുന്നോ? എത്തില്ല. പേടിക്കുന്നില്ല, ഞാൻ കോൺട്രോൾ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ആൾ ഇറങ്ങി തിരിച്ചപ്പോൾ കോൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥാനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ടാസ്കുകളെല്ലാം ഈസിയാണ്. മലയാളം കുട്ടികളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾ എന്ത് ഡിഫിക്കൽട്ടായിട്ടാണ് മലയാളം പഠിച്ചെടുക്കുന്നത്. ആദ്യം അക്ഷരങ്ങൾ പഠിക്കണം, വേർഡ്സ് പഠിക്കണം, ഗ്രാമർ പഠിക്കണം. പക്ഷെ അവർ പഠിച്ചെടുക്കുന്നുണ്ട് വലുതാകുമ്പോൾ തന്നെ. നിങ്ങളെല്ലാവരും പഠിച്ചെടുത്തില്ലേ? അതേപോലെ തന്നെ ഇംഗ്ലീഷും ഉള്ളൂ. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ എല്ലാ സംഗതികളും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ടാസ്കുകൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ ആ സൊല്യൂഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. നിങ്ങളൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാർക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ മടിയുണ്ട് ഈ കൂട്ടത്തിൽ? ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് മടിയുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ മടി മാറൽ എങ്ങനെയാണെന്ന് അറിയാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് നല്ലത് തോന്നണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഫീൽ വരും. പലപ്പോഴും നമ്മൾ ക്രൗഡിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, ഈ ആളുകളൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്ത് കളയോ, ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോവോ എന്നുള്ള പേടിയാണ് അധികം ആൾക്കാർക്കും ഉണ്ടാവുക. നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ ക്ലാസ്സുകളിൽ, ഡിഗ്രി ക്ലാസ്സുകളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ക്രൗഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് നിങ്ങളുടെ പോലെ എക്സ്പോഷർ കിട്ടി വന്നിട്ടുള്ള നിങ്ങളുടെ പോലെയുള്ള സാധാ മനുഷ്യന്മാരാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സാണ്. നിങ്ങളുടെ ഏത് പൊട്ടത്തരങ്ങളും ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സാണ്. അവർ നിങ്ങളുടെ പൊട്ടത്തരങ്ങൾ, കാരണം അവരും വൺസ് എ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒന്ന് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തൊന്ന് റിലാക്സ് ആകാൻ നോക്കാം. നല്ലോണം ഇൻഹെയിലും എക്സെയിലും ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. പിന്നെ പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവ്രി ലൈൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫോക്കസ് ഷുഡ് ബി ഗിവൺ ടു യുവർ കണ്ടന്റ്. നിങ്ങളുടെ കണ്ടന്റിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങളുടെ അപ്പിയറൻസിലോട്ടല്ല. ഞാൻ എങ്ങനെ നോക്കുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ചിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ പറയുമ്പോൾ വിറയ്ക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കണ്ട. ഇത് നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ കുറിച്ചിട്ട് ആലോചിക്കല്ലേ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കൽ എന്തിനെ പറ്റിയിട്ടാണ്? എന്ത് ചെയ്യരുത് പറഞ്ഞതേ പറ്റി, ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ സ്റ്റേജിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കൽ എന്താണെന്നറിയോ? എൻ്റെ ഹാർട്ട് എന്താ ഇങ്ങനെ ഇരിക്കണേ, എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു വിറയുണ്ടോ, എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ, എങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതികളെല്ലാം കൂടാൻ തുടങ്ങും. മറിച്ച് അത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ഇടിക്കുന്നുണ്ട്, ഇടിച്ചോട്ടെ, എല്ലാവരും ഇടിക്കും, എൻ്റെതും ഇടിക്കുന്നുണ്ട്. ആരെങ്കിലും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഹാർട്ട് ഇടിക്കാതെ കയറുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതിൽ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അവരിൽ സ്റ്റേജ് കയറുമ്പോൾ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനത് അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ്. സ്റ്റിൽ ഞാൻ ഏതൊരു ക്ലാസ്സിന് കയറുമ്പോഴും എൻ്റെ ഹാർട്ട് ഇടിക്കും. കാരണം എന്താണ്, ഞാൻ അതിനോട് യൂസ്ഡ് ആണ്. എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടാവും. ഹാർട്ട് ഇടിക്കും, ചെറുതായിട്ടുള്ള ഫിയറുകൾ ഉണ്ടാവും. അതില്ലാത്ത വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ.
അപ്പം അതുണ്ടായിക്കോട്ടെ. അത് അവിടെ ഉണ്ടാകുന്നത് ഞാൻ സ്റ്റേജിൽ പ്രസൻറ്റേഷൻ വരുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു മ്യൂസിക്കാണത്. അത്ര വാല്യൂ കൊടുത്താൽ മതി. ഫസ്റ്റ് കയറുമ്പോൾ ഉണ്ടാവും, പിന്നെ സംസാരിച്ച് വരുമ്പോൾ ശരിയായിക്കോളും. എക്സാക്ട്ലി ഫസ്റ്റ് കയറുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, പിന്നെ സംസാരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ശരിയാവും. ശരിയാവൽ എപ്പോഴാണ്? നമ്മൾ അതിനെക്കുറിച്ച് മറക്കുമ്പോൾ. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. അതവിടെ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യണ്ട. ഇല്ല എനിക്ക് ഹാർട്ടിൽ ഇടിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. അതവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് പറയേണ്ടത്. റിജക്റ്റ് ചെയ്യല്ല, ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഹാർട്ട് ഇടിക്കുന്നുണ്ട്, ഉണ്ടായിക്കോട്ടെ. കൈ വരയ്ക്കുന്നുണ്ട്, വരച്ചോട്ടെ. അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, എനിക്കുണ്ടാവും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കയറുക. പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. തലേ ദിവസം ഒരു മിററിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെയോ അനിയത്തിമാരുടെയോ ആരുടെയെങ്കിലും മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കും. യു ക്യാൻ. ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിയും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. പിന്നെ അതിൽ മിസ്റ്റേക്ക് പറ്റിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. മിസ്റ്റേക്സ് പറ്റിക്കോട്ടെ. മിസ്റ്റേക്സ് പറ്റാത്തവർ ഹ്യൂമൻ ബീങ്സ് അല്ല. മിസ്റ്റേക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോബോട്ടുകളാണ്. നമ്മൾ റോബോട്ട്സ് അല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റും. ബട്ട് യു ഷുഡ് ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് നിന്ന് ലേൺ ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി, ബോറടിച്ചില്ല. അതിന്ന് എന്തെങ്കിലും ഒരു മില്ലിഗ്രാമിൻ്റെ ഉപകാരമെങ്കിലും നിങ്ങൾക്ക്. വി ആർ ഇൻ പെർഫെക്റ്റ് ഹ്യൂമൻസ് ബട്ട് വി ക്യാൻ റെക്ടിഫൈ ദ ഫ്ലോസ്. എക്സാക്ട്ലി, വെരി ഗുഡ്, വെൽ സെറ്റ്. നിങ്ങളിൽ പലവരും എന്നെക്കാട്ടും നല്ല സൈക്കോളജിസ്റ്റുകളാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ പച്ചയ്ക്ക് കിട്ടിയാൽ ചോദിക്കണമെന്ന് വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. മാം, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്? സ്റ്റേ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ സംഗതിയേ ഉള്ളൂ, ഡ്രീമിനെ ഒപ്പം കൂട്ടുക. അത്രയും കട്ടയ്ക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ കൂടെ കൂട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടിവേറ്റഡ് ആവും. സി, നമ്മൾക്കിപ്പോൾ നമ്മളുടെ കസിൻ്റെ കല്യാണം ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ടൂറ് പോകാനുണ്ട്. നമ്മൾ നേരത്തെ നീക്കാറില്ലേ? അലാറം വെക്കാതെ നമ്മൾ നേരത്തെ നീക്കും. എന്തുകൊണ്ടാണത്? നമ്മൾ അത്രയും മോട്ടിവേറ്റഡ് ആവുന്നതുകൊണ്ടാണ്. കാരണം എന്താണ്? അത് അത്രയും നമ്മളുടെ ആഗ്രഹമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതുപോലെ ഒരിക്കലും കൈവിടാൻ ആഗ്രഹമില്ലാത്തൊരു സാധനത്തിനെ ഡ്രീമായിട്ട് കൂടെ കൂട്ടാം. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ കൂടെ കൂട്ടാം. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താവും? യു വിൽ സ്റ്റേ മോട്ടിവേറ്റഡ്. കാരണം എന്താണ്? ഓരോ ദിവസവും നിങ്ങൾ ഈ ഡ്രീമിനെ പറ്റിയിട്ടാണ്, ഈ ഡ്രീമിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റേ മോട്ടിവേറ്റഡ്. പിന്നെ ചില സമയത്തൊക്കെ ഡൗൺ ആവും, ദാറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. ചില സമയത്ത് ചില ടാസ്കുകൾ തെറ്റിപ്പോവും. നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ മിസ്സായി പോകുന്നു, കേട്ടിട്ടില്ലേ? ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞതുപോലെ എത്രയൊക്കെ ഹൗ ഹാർഡ് വി ട്രൈ, ചിലതൊക്കെ നമുക്ക് ലൈഫിൽ മിസ്സായി പോവുകയും ചെയ്യും. അതൊക്കെ മിസ്സായി പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതിന് താങ്ക് യു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിഗ്രി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന പോലെ ഉണ്ടാവട്ടെ. അതുപോലെ നിങ്ങളുടെ ഓരോ ഡ്രീംസും കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറേജും അതേപോലെ തന്നെ എബിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് വളരെ നന്ദി. കോളേജിന്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും ഞാൻ മാഡത്തിന് താങ്ക്സ് പറയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സെഷൻ ഉണ്ട്, അത് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടുള്ള ആ സെഷൻ നമുക്കിന്ന് എടുക്കുന്നത് ഷിഹാബുദ്ദീൻ സാറാണ്. അപ്പൊ ഞാൻ കോളേജിന്റെ പേരിലും ഞങ്ങളുടെ സ്റ്റാഫിന്റെ പേരിലും ഞാൻ ഷിഹാബുദ്ദീൻ സാറിനെ ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. സാർ. മോർണിംഗ്. Good morning, sir. Good morning, sir.
ഓക്കെ, ഷംനിഷ മാമിന്റെ അതിമനോഹരമായ ക്ലാസ്സിന് ശേഷമാണ് നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ ആയിട്ട് വരും. ഏകദേശം നമ്മൾ എടുക്കേണ്ട ഒരു ഏരിയ ഒക്കെ മിസ് കുറെയൊക്കെ കവർ ചെയ്ത് പോയി. ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ട്, ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത്. എന്താണ് ഫിറ്റ്നസ്, എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? അങ്ങനെ ഓരോരുത്തരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു കോവിഡിനെ തരണം ചെയ്യാനുള്ളൊരു മെയിനായിട്ടുള്ള ഒരു ഘടകമാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറെ ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറെ ടൈപ്പാക്കി തരാം. ഒരു അരമണിക്കൂറിന്റെ സെക്ഷനാണ്. അതിൽ ഞാനതിനെ വളരെ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് എന്താണ്, നമുക്ക് എങ്ങനെ ഫിറ്റ്നസ് ബാലൻസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഫിറ്റ്നസിനെ നമ്മളെ ഫിറ്റ്നസ് ലെവൽ എങ്ങനെ ഇപ്പൊ ഉള്ള ലെവലിൽ നിന്ന് എങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സെക്ഷൻ. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മസ്കുലാർ വർക്ക്, അതായത് നമ്മളെ ബോഡിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഉണ്ടല്ലോ, നമ്മളെ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നിത്യജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ഒരാൾക്ക് അയാളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള രീതിയാണ്. നമ്മള് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ട്. അത് നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്. ഓക്കെ, ഫിസിക്കലി ഫിറ്റ് നമുക്ക് ഒരു ദിവസം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മാത്രം കാര്യങ്ങളല്ല, അതിനുപരി നമ്മളെ ഫാമിലി, നമ്മളെ ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമുക്ക് നമ്മൾ മാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒളിച്ചോടാൻ പറ്റുന്ന ഒരു രീതിയല്ല. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും ഫിസിക്കലി ഫിറ്റ് എന്ന് പറയാൻ പാടില്ല. കാരണം അവരെ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് നമ്മളെ മാക്സിമത്തിൽ ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിരുന്ന് തള്ളി പറയുകയാണെങ്കിൽ അയാളെ നമുക്ക് ഒരിക്കലും ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഫിസിക്കലി ഫിറ്റ് ആയ ഒരാൾക്ക് നമ്മൾ മറ്റുള്ള ഒരാളെ ഇപ്പൊ നമ്മള് സൊസൈറ്റിയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾക്ക് ഫിസിക്കലി ഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഫിറ്റ്നസ് തന്നെ 2-3 ടൈപ്പായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന് സ്റ്റെപ്പുകളുണ്ട്. സ്പീഡ്, സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, കോർഡിനേഷൻ, എജിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈപ്പുകളുണ്ട്. അത് പേരുകൾ പറയുമ്പോൾ തന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലതൊന്നും കിട്ടുന്നുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ ആ ഒരു പാർട്ടിലേക്ക് ഒന്ന് പോകാം. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നടക്കാൻ പറ്റുന്നു, അയാൾക്ക് എത്ര വേഗത്തിൽ നടക്കാൻ പറ്റുന്നു അതാണ് അയാളുടെ സ്പീഡ്. ഒരാൾക്ക് ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്, ഒരാൾക്ക് പലർക്കും പല സ്പീഡായിരിക്കും. ഉസൈൻ ബോൾട്ട് ഓടുന്നത് ഒരു സ്പീഡാണ്, അതേപോലെ തന്നെ നിങ്ങൾ ഓടുന്നത് നിങ്ങളതായിട്ടുള്ള സ്പീഡിലാണ്. നമ്മള് ടീച്ചർമാർ ഓടുന്നത് ടീച്ചർമാരുടെ സ്പീഡിലാണ്. ഓരോരുത്തർ നമ്മളെ ഫ്രണ്ട്സ് നടക്കുന്നത് അവരുടെ സ്പീഡിലാണ്. അവര് മാക്സിമം ഇപ്പൊ നടക്കുമ്പോ തന്നെ നമുക്ക് എത്ര വേഗത്തിൽ നടക്കാൻ പറ്റും അതാണ് അയാളുടെ സ്പീഡ്. ഓക്കെ, ഇനി അതിൽ രണ്ടാമത് വരുന്നതാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രെങ്ത്തിനൊക്കെ നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പൊക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് നമ്മളൊരു പെട്ടെന്ന് ഒരു സമയത്തിൽ നമുക്ക് പൊക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ സ്ട്രെങ്ത്. ഓക്കെ, സ്ട്രെങ്ത്തിന് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ആനനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ മരം പിടിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ആനനെയാണ്. കാരണം എന്താ, ആനക്കാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കാനുള്ള കഴിവ്. ഓക്കെ, ഞാൻ ആ ഒരു ഏരിയ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവാം, എന്നാലും എനിക്ക് ലാസ്റ്റിലേക്ക് വരുന്ന ഈ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, സ്പീഡ്, സ്ട്രെങ്ത്,
എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമ്മളെ പേശികൾ തളരാതെ ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ നടന്ന് എത്താനുള്ള ദൂരമുണ്ട്. നമ്മൾ കോളേജിലേക്ക് വരികയാണെങ്കിൽ കാവുംപുറത്ത് നിന്ന് കോളേജിലേക്കുള്ള ദൂരം, ഇത് നമുക്ക് നടത്തുന്നതിന്റെ സമയത്ത് നമുക്ക് പലർക്കും പല എൻഡുറൻസ് ആണ് ഉണ്ടാവുക. ചിലർക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അയാൾ നടക്കാൻ തുടങ്ങുള്ളൂ. ചിലർ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നടന്ന് തീർക്കും. ഓക്കെ, ഇവിടെ എത്തുന്നത് വരെ നടന്നു തീർക്കും. ഇപ്പൊ ചിലരൊക്കെ ഇവിടെ നിങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ കുട്ടികൾ അഡ്മിഷൻ വന്നപ്പോൾ പലരും വന്നിട്ട് അവിടെ ടേബിളിൽ ഇരിക്കുമ്പോൾ കിതച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തർ ചിലർ അതിന് വേണ്ടിയിട്ട് ഫുൾ ഫ്രഷ് ആയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓരോരുത്തരുടെ എൻഡുറൻസ് ആണ്. അവരെ മാക്സിമം ആ ഒരു പേശി, അതായത് നമ്മളെ എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള പേശികൾ ഉണ്ടല്ലോ, അതിന്റെ സ്ട്രെങ്ത് ആണ് ശരിക്കും പുറത്തോട്ട് കാണുന്നത്. അതിന് എന്താ പറയാ, ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ക്ഷീണം സംഭവിക്കും. അപ്പൊ നമ്മൾ ടയർഡാവും. നമുക്ക് ചിലർ നന്നായിട്ട് വേർക്കും, ചിലർക്ക് ക്ഷീണം, എന്താ പറയാ, ചിലര് തീരെ വയ്യാതാവും, ചിലർക്ക് തലവേദന വരും. അങ്ങനത്തെ ഒക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. അത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. മാക്സിമം സമയം നമുക്ക് എത്രത്തോളം സമയം നമുക്ക് ഒരേ വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 സാധനം കിട്ടിയോ? സ്പീഡ്, സ്ട്രെങ്ത്, എൻഡുറൻസ് കിട്ടിയോ? കിട്ടി സർ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയുടെ മെഴുവഴക്കം എന്നൊക്കെ പറയും. ഓക്കെ, നമുക്കൊരു കൂടുതലും ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകൾ ആരായിരിക്കും? അവർക്കൊന്നും ഈ എന്താ പറയാ, യോഗ ചെയ്യുന്നവര്, അതേപോലെ തന്നെ ഈ ഡാൻസേഴ്സിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ ഈ യോഗ ചെയ്യുന്നവർക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. കാരണം നമ്മളൊക്കെ ഫുൾ സ്ട്രെച്ച് ആയിട്ടാണ്ട് ഇരിക്കും. പിന്നെ അതിന്റെ എന്താ പറയാ, ഓരോ മൂവ്മെന്റും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മള് കൈയിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരെ അവര് ഓരോ ജോയിന്റിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരെ അവർ മൂവ് ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു ജോയിന്റിന്റെ മാക്സിമം എന്താ പറയാ, മൂവ്മെന്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. നമ്മളെ ഫ്ലെക്സിബിലിറ്റി അങ്ങനെയാണ് നോക്കുക. കാരണം നമ്മൾ ഒരു ജോയിന്റ് നമുക്ക് എത്ര മാക്സിമം അതിനെത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി. ഇനി അടുത്തത് വരുന്നത് കോർഡിനേഷൻ എന്ന് പറയും. കോർഡിനേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുള്ള ആളുകൾക്ക് തന്നെ ഉണ്ടാകുക, ഡാൻസേഴ്സിന്. കാരണം അവർക്ക് ഒരേ സമയത്ത് 2-3 സ്റ്റെപ്പുകൾ വരും. അതിപ്പോ ഷംനിഷ മാം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അതിൽ വളരെ രസമായിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡാൻസേഴ്സിന് ഒരുപാട് സ്റ്റെപ്പുകൾ, അപ്പൊ നമ്മള് കാലിലൊരു സ്റ്റെപ്പ് ആവും, അതേപോലെ തന്നെ കയ്യിൽ വേറെ സ്റ്റെപ്പ് ആവും. ഈ ആമൈ കോർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നത് എജിലിറ്റി ആൻഡ് ബാലൻസ്. എജിലിറ്റിയും ബാലൻസും. ബാലൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ബാലൻസിനൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് ബൈക്ക് ഓടിക്കുന്നു, അല്ലെങ്കിൽ ബൈക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു. സൈക്ലിംഗ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഒരാൾ പിടിച്ചു തരും, എന്നിട്ട് ഹാൻഡിൽ ഒരാൾ പിടിച്ചു തരും, എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഈ പെഡൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മറിഞ്ഞു വരുന്നു. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് പിടിക്കുമ്പോൾ അങ്ങോട്ട് ശരി, ഇങ്ങോട്ട് ശരി, ശരിയല്ലേ? അങ്ങനെ അത് കുറച്ച് സമയം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ആക്ടിവിറ്റി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ഈ ബാക്കത്തെ ആൾ ചിലപ്പം വിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും സൈക്കിളോട്ട് പഠിക്കാറ്. ആ വിട്ടുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയില്ല നമ്മൾ ചവിട്ടി പോകുന്നത്. കാരണം അത് ബാക്കത്തെ ഒരു പേടി നഷ്ടപ്പെട്ടു. രണ്ടാമത് നമ്മൾ അതിൽ ബാലൻസ് ആയി. ഏതിൽ ബാലൻസ് ആയി? ആ 2 വീലിൽ അപ്പുറപ്പുറം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതിൽ നടന്ന് അല്ലെങ്കിൽ ചവിട്ടി പോകാനൊരു ബാലൻസ് ആയി. ഇതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയ നമ്മൾ അണ്ടറിലായി നടത്തും. ഓക്കെ, ഇനി എജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് വേണം, സ്ട്രെങ്ത് വേണം, എൻഡുറൻസ് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, എജിലിറ്റി വരുമ്പോൾ നമുക്ക് സ്പീഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
എജിലിറ്റിക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എജിലിറ്റി നമ്മളൊരു സ്റ്റെയറിൽ ഇങ്ങനെ നടന്നു വരിക, അതിന്റെ അടുത്ത സ്റ്റെപ്പില് സ്റ്റെയറിന് ഒരു കെർവ് ഉണ്ട്. അപ്പൊ മേലത്തെ കെർവ് നമ്മൾ ഓടി വരുന്ന സമയത്ത് നമ്മൾ ഈ കെർവിൽ അടിയിൽ നിന്ന് വരുന്ന ആളെ കാണുന്നില്ല. നേരെ ഓടിയിട്ട് അയാളെ നമ്മൾ ഫേസ് ടു ഫേസ് ആണ് വന്നത്. അതിന് നമ്മൾ എന്താക്കി പെട്ടെന്ന് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറ്റാതെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതാണ് അയാളുടെ എജിലിറ്റി. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് ചെയ്തു, നമ്മൾ നായ കടിക്കാൻ വന്നു. അപ്പൊ നായ കടിക്കാൻ വന്നപ്പോ നമ്മൾ പെട്ടെന്ന് ഓടുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്തിട്ട് ഓടി. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ എന്തായി, നമ്മൾ ആ സ്പീഡിൽ തന്നെ ചേഞ്ച് ചെയ്തു. ഇതിനെയാണ് എന്ത് പറയുന്ന എജിലിറ്റി എന്ന് പറയുന്നത്. കൊക്കോ കണ്ടിട്ടുണ്ടോ? കൊക്കോ കളി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സർ. ഈ കൊക്കോ കളിക്കുമ്പോഴേ നമ്മൾ തൊടാൻ വരുന്ന റണ്ണറെ ഫേക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഡൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓടാൻ വേണ്ടി ഇങ്ങനെ തൊടാൻ വരുന്ന സമയത്ത് അയാളെ ഫേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് പോവാം. 3 ടൈപ്പ് ഫിറ്റ്നസ് ആണുള്ളത്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസും പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസും കോസ്മെറ്റിക് ഫിറ്റ്നസും. ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അത് മാത്രമാണ് ശരിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ നിത്യജീവിതത്തിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം. നമ്മുടെ ഹെൽത്ത് എപ്പോഴും സെറ്റ് ആയിരിക്കണം. ഹെൽത്ത് റിലേറ്റഡ് അത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറയാം, ഓരോരുത്തർ ജനിക്കുമ്പോഴും അവിടുന്ന് അങ്ങോട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓരോ സ്ഥലത്തിലെ ഫുഡ് അല്ലെങ്കിൽ അവരെ ഓരോ ലൈഫ് സ്റ്റൈലായിരിക്കും ഓരോരുത്തർക്കും. അതുകൊണ്ടാണ് അവർക്ക് പലർക്കും പല ഫിറ്റ്നസ് ആയിട്ട് മാറുന്നത്. ചിലർ നന്നായിട്ട് ഫുഡ് കഴിക്കും, അതിനനുസരിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യില്ല. അപ്പൊ അവർക്ക് എന്താവും, അവർ ഫിറ്റ്നസ് ലെവൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഫിറ്റ്നസ് ലെവലിൽ ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി കുറയും. ഒരു സിമ്പിളായിട്ട് ഫിറ്റ്നസ് നിലനിർത്താനുള്ളൊരു സംഭവം അതിന്റെ കൂടെ ചെറുതായിട്ട് നമ്മളൊരു ദിവസം ജസ്റ്റ് അരമണിക്കൂർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കാൻ പറ്റും. സ്ട്രെസ് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പ്രായം കൂടൂല. ഒരു ദിവസം ഒരു അരമണിക്കൂർ നമ്മൾ ആക്ടിവിറ്റി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം കൂടൂല. അതിങ്ങനെ വർഷം കിടക്കാന്നല്ലാതെ നമുക്ക് മുഖത്തോ നമ്മുടെ ശരീരഘടനയിലോ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. ഓരോ വർഷത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ മുടി ഒന്ന് ചെറുതായിട്ട് വെളുക്കും, അതേപോലെ തന്നെ മുഖത്ത് താടി മീശയൊക്കെ ഒന്ന് വരും. അങ്ങനൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്താ പറയാ, ചിലവരൊക്കെ കണ്ട നമ്മൾ പറയില്ലേ, അന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയില്ലേ. ഒരു 5 വർഷം കഴിഞ്ഞാല് നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ചെയ്യുന്ന ഒരാളെ 5 വർഷം കഴിഞ്ഞാലും അയാൾ അതേപോലെ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ പെടുത്തുന്നത്. ഫിറ്റ്നസ് 3 ടൈപ്പിൽ ഒന്ന് ഹെൽത്ത് ആണുള്ളത്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. കൂടുതൽ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അസുഖങ്ങൾ കുറവാകും. അങ്ങനത്തെ ഇതിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 25 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, 25 മിനിറ്റ് ഒരു ഏകദേശ കണക്കാണ്. നമ്മൾ 25 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, നമ്മൾ രാത്രി കഴിച്ച ഫുഡ് അല്ലെങ്കിൽ രാവിലെ കഴിച്ച ഫുഡ് അല്ലെങ്കിൽ നമ്മളെ ബോഡി സ്റ്റോർ ചെയ്ത ഫുഡ്, അതിന്റെ കലോറീസ് മാത്രമാണ് ലോസ് ആവുക. അപ്പൊ ചിലവർക്ക് ഫിറ്റ് ആവണമെന്നുണ്ടാവും, കുറെ തടി ഉണ്ടാവും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മള് അരമണിക്കൂറിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ആക്ടിവിറ്റി ഇപ്പൊ ജസ്റ്റ് പുറത്തു പോയി ഓടണം എന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ
ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യേണ്ട, അതൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പൊ മുറ്റടിച്ചിട്ട് ഇപ്പൊ മുറ്റടിക്കുന്ന, അതേപോലെ തന്നെ തുണി വാഷ് ചെയ്യാനുണ്ടാവും, തുടക്കാനുണ്ടാവും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിന്റെ ഇടയിൽ നമുക്ക് ക്ഷീണം ഫെറ്റിക്ക് ഉണ്ടാവും, കണ്ടമാനം ക്ഷീണം സംഭവിക്കും. പക്ഷെ അതിന് നമ്മളിങ്ങനെ തരണം ചെയ്യണം. ഫസ്റ്റ് ദിവസം കുറച്ച് തരണം ചെയ്യുക, പിറ്റേ ദിവസം അങ്ങനെ കുറച്ചും കൂടി കയറ്റി ചെയ്യുക. അങ്ങനെ നമ്മൾ അരമണിക്കൂറിന്റെ അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡി കുറച്ചും കൂടി ഒക്കെ ഫ്ലെക്സിബിൾ ആയി തുടങ്ങും. നമുക്ക് ഒരു ദിവസം ഫസ്റ്റ് ദിവസം നമ്മൾ അടിച്ചൊരിയിട്ട് കയറുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെ നമ്മളത് പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ബാക്ക് പെയിൻ കുറച്ച് കുറയും. അങ്ങനെ കുറച്ചും വല്ലാതെ ലോഡാകരുത്. ഇനിയിപ്പോ ഒരു ദിവസം ഇനിയിപ്പോ ഒരു 1.5 മണിക്കൂർ അടിച്ചൊരിയിട്ട് മൊത്തം ബാക്ക് പെയിൻ ആയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് കുറയും, ഫ്ലെക്സിബിലിറ്റി കൂടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിമിറ്റ് നമ്മളെ നമുക്ക് ക്ഷീണം സംഭവിച്ചു എന്ന് കാണുന്ന സമയം ഉണ്ടല്ലോ, അതിന്ന് ഒരു 5 മിനിറ്റ് കൂട്ടി ചെയ്യാം എപ്പോഴും. അങ്ങനെ നമ്മൾ ഒരു ആഴ്ച കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ഷീണങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പഠിച്ചു വരിക, അതേപോലെ തന്നെ വാഷ് ചെയ്യുക, തുടക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുക. ബോയ്സിനെ സംബന്ധിച്ച് എന്നും ഈവനിങ് കുറച്ച് സമയം, പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ്. ബോയ്സിനെ സംബന്ധിച്ച് എല്ലാവരും ഒരുവിധമൊക്കെ ഒരു ഡിഗ്രി വരെയുള്ള സമയങ്ങളിൽ കൂടുതലും അവർ കളിക്കാൻ പോകാറുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ അവർ ഓരോരോ രീതിയിലായിട്ട് പിന്നെ ആ ഒരു ആക്ടിവിറ്റി സമയം ഒഴിവാക്കി ഇങ്ങനെ പോകും. ഇപ്പൊ കൂടുതൽ ആളുകളും ട്രാവലിങ്ങിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുക, കൂടുതൽ ഇങ്ങനെ ബൈക്കിലോ കാറിലും അതേപോലെ തന്നെ ഓരോ ട്രിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. പക്ഷെ അതിലൊക്കെ നമ്മളെ ഫിസിക്കലി നമ്മളിങ്ങനെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇത് ഒരുപാട് ബാക്കിലോട്ട് പോയാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ നല്ല സമയമാണ്, ഇപ്പൊ നല്ല ഒരു ഫിറ്റായി നിൽക്കുന്ന സമയമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മളെ ലൈഫ് സ്റ്റൈലില് അല്ലെങ്കിൽ ഫാമിലി പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള കുറച്ച് ഇതില് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഓക്കെ. ഒരു ദിവസം എന്താക്കുക, അപ്പോ അരമണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 25 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും വർക്കിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ഫിറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ സാർ. രണ്ടാമത് വരുന്നതാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിലൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ഇതിപ്പോ ഈ ഒരു കോമ്പോണൻസ് പറയുകയാണെങ്കിലും അതേപോലെ തന്നെ ഫിറ്റ്നസ് പറയുകയാണെങ്കിലും ഈ ടൈപ്പ് ഓഫ് ഫിറ്റ്നസ് പറയുകയാണെങ്കിലും ഇതിലൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൽ പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏരിയ ഇപ്പൊ ചിലപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ നമ്മളൊരു കുട്ടി ഒരു അത്ലറ്റിക്സ് ഒരു ഇവന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആളൊരു ഇവന്റിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് മാക്സിമം അതിനെന്തൊക്കെ ആക്ടിവിറ്റി ആണോ വേണ്ടത് അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വർക്കൗട്ടുകളാണോ അത് ചെയ്ത് ആ പെർഫോമൻസ് ആ ഒരു ഇവന്റ് നമ്മൾ പെർഫോമൻസ് ലെവൽ കൂട്ടിയെടുക്കുന്നതിനാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ചിലവർക്ക് നടക്കാൻ കഴിയില്ല. ഇപ്പൊ പലരും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ നടത്തം ശ്രദ്ധിച്ചാൽ മതി. ഒരാളെ ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും സ്വന്തമായിട്ടൊന്ന് വിലയിരുത്താനുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞത്. നമ്മള് ചെറുപ്പത്തില് വീട്ടുകാരി മണ്ണ് കളിക്കാനൊന്നും വിടൂല, അതേപോലെ തന്നെ ചെരുപ്പില്ലാതെ നടത്തൂല. അങ്ങനത്തെ കുറെ ഇതുണ്ടായതുകൊണ്ട് നിങ്ങളെ കാലിനും നിങ്ങളെ മൊത്തത്തിലുള്ള ബോഡി സ്ട്രക്ചറിനുള്ള വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടത്തം ആ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമ്മുടെ നടത്തം ക്ലിയർ ആണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു കോളേജിലെ ഒരു കുട്ടീനോട് പറഞ്ഞു, നമ്മളെ കോളേജിലെ ഒരു 80% കുട്ടികളുടെ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി അവരൊരു ലൈഫ് സ്റ്റൈലിനനുസരിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ ചേഞ്ച് ചെയ്യാൻ അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ മൊത്തത്തില് ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട സമയം നമ്മളൊരു 7 മിനിറ്റ് കൊണ്ടാവും ട്രാവൽ ചെയ്തെത്തുക, നടത്തം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ. കാരണം ഒരാളുടെ
കാല് ഇങ്ങനെ രണ്ട് കാല് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടതിന് പകരം ഇങ്ങനെ ആയിരിക്കും രണ്ടാള്. അപ്പൊ സ്റ്റെപ്പ് വെക്കുന്ന നേരം ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ടാ പോകും. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് നമുക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ സ്ട്രൈറ്റ് ലൈൻ നിങ്ങളെ കാലിൽ നടക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ നോക്കുക. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്നത് കറക്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്നത് കറക്റ്റ് അല്ല. അപ്പൊ എന്താക്കണം, സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിലൂടെ നടന്നു പഠിക്കണം. ഫസ്റ്റ് ഈ പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം അതാണ്. അവന്റെ ആം ആക്ഷൻ കറക്റ്റ് ആക്കും. പിന്നെ ഇതേപോലെ തന്നെ അവൻ ഓടുന്നതും കറക്റ്റ് ആവില്ല, കാരണം കാല് വൈഡായിട്ട് അപ്പുറത്തും പുറത്തായിരിക്കും സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് സ്ട്രൈറ്റ് ലൈനിലേക്ക് ആക്കും. ഈ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന അവന്റെ പെർഫോമൻസ് ആദ്യം ഉള്ളതിലും കൂടുതലാവുന്നതിനാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ. അല്ലെങ്കിൽ ആ പെർഫോമൻസ് കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് ആ പെർഫോമൻസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള വർക്കൗട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിനാണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അവരവരെ കാര്യങ്ങൾ അവരവർ നടക്കുന്നത് റെഡിയാണോ, അല്ലെങ്കിൽ അവരവർ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി ഓടുന്ന സമയത്ത് പലരും നീ ബെൻഡായിട്ടായിരിക്കും ഓടുന്നത്. അതായത് ഈ സൈഡിലോട്ട് ബെൻഡായിട്ടായിരിക്കും ഓടുന്നത്. അപ്പൊ എന്താവും, അവർ ഓടുന്നതിന്റെ ഇപ്പൊ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നീ വരുന്ന ഒരാൾ ഓടുന്നതും സൈഡിലോട്ട് ബെൻഡായിട്ട് ഒരാൾ ഓടുന്നതും നീയും കൂടി വരുമ്പോ എന്താ വെച്ചാൽ അവന് 10 മിനിറ്റ് എടുക്കുന്നത് ഇവൻ 12 മിനിറ്റ് 13 മിനിറ്റ് എടുക്കേണ്ടി വരും. നേരത്തെ സംനിഷ മാം പറഞ്ഞില്ലേ, നമ്മള് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമ്മളതിന് ഇറങ്ങി തിരിച്ചാൽ മാത്രം മതി. അതന്നെയാണ് ഇതിലും സംഭവിക്കുന്നത്. കാരണം നമ്മളെ ലൈഫിലുള്ള ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ ഈ ഒരു ഓരോ ഏരിയയിലും ചേഞ്ച് വരുത്തുന്നത്. ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാം. കുറെ ആക്ടിവിറ്റിയിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ആക്ടിവിറ്റി, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റിയിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസ്. കൂടുതൽ ആൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. പക്ഷെ ഇതൊരിക്കലും നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ഏരിയയിൽ പെടുത്താറില്ല. ജസ്റ്റ് ആ ഒരു ഏരിയയിൽ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പെടുത്തുന്നുള്ളൂ. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ബോഡിയെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അതിൽ കുറെയൊക്കെ വരുന്നത് ഗേൾസിന് വരുന്നത് ഫുള്ള് എന്താ പറയാ, ത്രെഡ് ചെയ്യുന്നത്, മൂക്കിന്റെ ഷേപ്പ് മാറ്റുന്നത്, അങ്ങനെ ഓരോ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറ്റും, സർജറി ചെയ്തിട്ട് മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്നത്. ഇതൊക്കെയാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്സിൽ വരുന്നത്. അതേമാതിരി ബോയ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബൈസെപ്സ് ട്രൈസെപ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ അങ്ങനെ പുറത്തോട്ട് ബൾജ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്തിട്ട് മാറ്റുന്നതിനെയാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പറഞ്ഞ സംഭവങ്ങൾ ഓരോ ഓർഡറിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ നമുക്ക് വേണ്ട ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റിൽ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇവന്റ് അവിടെ പെർഫോമൻസ് കൂട്ടുന്നതിനായിട്ടുള്ള ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് പെർഫോമൻസ് കൂടുന്നത്. അതിനെ ബേസ് ചെയ്ത് വരുന്ന ഫിറ്റ്നസ് ആണ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് അവരവരെ എന്താ പറയാ ബോഡി സ്ട്രക്ചർ മാറ്റുന്നത്, ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതിനാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് കോമ്പോണൻസ് ഉണ്ടായിരുന്നു. സ്പീഡ്, സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, കോർഡിനേഷൻ, എജിലിറ്റി. അതിൽ സ്പീഡ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പീഡുകൾ ഉണ്ട്. നമ്മളെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന എത്രത്തോളം വേഗത്തിൽ നടക്കുന്നതാണ് നമ്മളെ സ്പീഡ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കാൻ പറ്റുന്ന മാക്സിമം വെയിറ്റ് ആണ് നമ്മളെ സ്ട്രെങ്ത്. എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കൂടാതെ എത്ര ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മളുടെ സ്ട്രെങ്ത്. എൻഡുറൻസ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയ്വഴക്കാണ്, നമ്മളെ ജോയിന്റിന്റെ എക്സ്റ്റൻഷൻ ആണ്. നമുക്ക് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മളെ ഫ്ലെക്സിബിലിറ്റി. എജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് റിയാക്ഷൻ, ഇതാണ് നമ്മളെ എജിലിറ്റി. ഓക്കെ, ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് നമ്മളെ ഒരു എന്താ പറയാ കൺട്രോളിൽ വരുത്തുക, ഇതിനാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ഓരോ കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു വർഷം നമുക്ക് കോവിഡിന്റെ കാലഘട്ടമാണ്.
ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ മിനിമം ഒരു 25 മിനിറ്റ്, ഓക്കെ, 25 മിനിറ്റെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇന്നെന്താ വെച്ചാൽ നമ്മളെ ബോഡിയിൽ പ്രതിരോധശേഷി കൂടി വരും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോഡി ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നമ്മളെ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും. അതിനനുസരിച്ച് നമ്മളെ ഉള്ളിലുള്ള എന്തെങ്കിലും വൈറസ് കയറി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നതും ഈ ബ്രീത്തിങ്ങിന്റെ കപ്പാസിറ്റി കൂടുന്നതും ബ്ലഡ് പമ്പ് ചെയ്യുന്നതും ഒക്കെ പാടെ ആയിട്ട് മിക്സ് ആയിട്ട് അതങ്ങ് ക്ലിയർ ആയി പോകും. ഓക്കെ, അപ്പൊ മാക്സിമം ഒരു ദിവസം 25 മിനിറ്റ് കൂടുതൽ 25 മിനിറ്റിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഫിറ്റ്നസ് ഏരിയയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഹൈറ്റ് കൂട്ടാനാ? ഹൈറ്റ് കൂട്ടാനൊക്കെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഹൈറ്റ് കൂട്ടാനൊക്കെ ഉള്ള ആക്ടിവിറ്റി. നമ്മളെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി കുറെ ഇതുണ്ട്. അതായത് ഷട്ടിൽ റൺ അറിയോ മോനെ? അതായത് നമ്മളൊരു ഡിസ്റ്റൻസ് ഒരു ഡിസ്റ്റൻസിലേക്ക് ഓടിയിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നതിനാണ് ഷട്ടിൽ റൺ എന്ന് പറയും. അത് 3 സെക്ഷൻ ആയിട്ട് വെക്കും. അത് അങ്ങനത്തെ ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ക്വിക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റി, എന്താ പറയാ വേറെ ആക്ടിവിറ്റി ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോപ്പ് ക്ലൈംബിങ് ഹൈറ്റ് കൂട്ടാൻ സഹായിക്കും. കാരണം നമ്മളെ കൈയിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഹൈറ്റ് കൂട്ടാൻ ചെറുതായിട്ട് സഹായിക്കും. കാരണം അതൊക്കെ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് കൂട്ടാൻ പറ്റുന്ന സാധനമല്ല. ഒരുപാട് എന്താ പറയാ സമയം എടുക്കും നമ്മളൊരു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് അധികം തടി കൂട്ടാൻ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്യാം. തടി കൂട്ടാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുക, അത് ഫാറ്റ് ആവാതെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ കഴിക്കുക, അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ ചെറിയ രീതിയിൽ നമുക്കത് സെറ്റ് ആയിട്ട് വരും. അതിൽ മാക്സിമം ഈ പയർവർഗ്ഗങ്ങൾ കഴിക്കാൻ നോക്കുക. പയർവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ, പയർവർഗ്ഗങ്ങളിലെ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം കൂട്ടുക. അതിൽ പ്രോട്ടീൻസ് കൂടുതലാണ്. സ്വിമ്മിങ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടും. ഫ്ലെക്സിബിലിറ്റി നല്ല കൂടും. സ്വിമ്മിങ്ങിന് ഫ്ലെക്സിബിലിറ്റി കൂടും. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് ഹൈറ്റിൽ ഒരു ചെറിയ പോർഷൻസ് അതിൽ വരുന്നുണ്ട്. എന്താ ചോദിച്ചു? വാമപ്പ് സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ഫ്ലെക്സിബിലിറ്റി കൂടുന്ന വർക്കൗട്ടുകളാണ്. അതിൽ ഹൈറ്റിന് ഒരു എന്താ വെച്ചാൽ നമ്മളെ കാലിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് മസിൽസിന് സ്ട്രെങ്ത് കൂടും. അതിനനുസരിച്ച് ചെറിയ രീതിയിൽ നമുക്ക് ഹൈറ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫുട്ബോൾ പ്ലേയേഴ്സ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. പ്രോട്ടീൻ പൗഡർ എപ്പോൾ യൂസ് ചെയ്യുന്നതും നല്ലതല്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ അല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് നല്ലതല്ല. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ കൂടുതൽ സമയം നമുക്ക് ഒരേ വർക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ എൻഡുറൻസ് വേണം. എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലോ കണ്ടിന്യൂസ് മെത്തേഡ്, ഫാസ്റ്റ് കണ്ടിന്യൂസ് മെത്തേഡ്, അങ്ങനത്തെ ഈ വർക്കൗട്ടുകൾ ചെയ്തിട്ട് നമ്മൾ എൻഡുറൻസ് നമ്മൾ കൂട്ടന്നെ വേണം. ഷട്ടിൽ റണ്ണ് ഇപ്പൊ നമ്മള് ഇപ്പോ എന്തെങ്കിലും ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ പറയും. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ പറയും. അത് സ്പീഡ് വേരിയേഷൻ വരുത്തിയിട്ടുണ്ടാവും. മിക്സ്ഡ് ചെയ്യിപ്പിക്കും. അതായത് ഫസ്റ്റ് ഒരു 100 മീറ്റർ സ്പീഡ് ചെയ്യിപ്പിക്കും, പിന്നെ ഒരു 100 മീറ്റർ സ്ലോയിൽ ചെയ്യിപ്പിക്കും, പിന്നെ ഒരു 100 മീറ്റർ നടത്തിക്കും. അങ്ങനെയൊക്കെ പാടായിട്ട് നമ്മൾ എൻഡുറൻസ് വർക്കൗട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മൾ എന്താക്കണം, നമ്മളെ എൻഡുറൻസ് കൂട്ടണം. എന്നാൽ തന്നെയാണ് അതിൽ കാര്യമുള്ളൂ. അല്ലാതെ പ്രോട്ടീൻ പൗഡർ കൊണ്ട് നമുക്ക് എൻഡുറൻസ് കൂടുന്നില്ല. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്താം. ഡെയിലി ഒരു അരമണിക്കൂർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പുറത്തു പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും നല്ലൊരു സെഷൻ തന്നതിന് ഷിഹാബുദ്ദീൻ സാറിനെ കോളേജിന്റെ പേരിലും പ്രിൻസിപ്പലിന്റെ പേരിലും
സ്റ്റാഫിന്റെ പേരിലും അഭിനന്ദിക്കുകയാണ്.